ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ നാരായണായ. പീതാംബരം കരവിരാജിതം ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഭഗവാൻ കൃഷ്ണന്റെ ഈ നമ്മൾ പറഞ്ഞല്ലോ അംശാവതാരം, കലാവതാരം, ശക്തിയാവതാരം, പൂർണ്ണാവതാരം, പരിപൂർണാവതാരം, അങ്ങനെയുള്ള ഈ 6 കൂട്ടം അവതാരങ്ങൾ ഉണ്ട്. അത് പരിപൂർണമായിട്ടും ഭഗവാനിലേക്ക് ലയിക്കപ്പെട്ടതായിട്ടുള്ള അവസ്ഥകളുണ്ട് എന്ന് പറഞ്ഞത്. ഭഗവാന്റെ പരിപൂർണ അവതാരങ്ങൾ ഭഗവാൻ പൂർണ്ണതയിലേക്ക് എത്തിച്ച അവസ്ഥകൾ പറഞ്ഞു കഴിയുമ്പോൾ ഗർഭഭാഗത്ത് പ്രത്യേകമായിട്ട് പറയുന്നതും ഭഗവാന്റെ സാധ്യതകളെ പറ്റിയാണ്. അതായത് ഭഗവാന്റെ ആവാസ വ്യവസ്ഥയുടെ ഭാഗങ്ങളെ പറ്റി പറയുന്നു. അപ്പൊ അതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഈ അതായത് വ്രജമണ്ഡലം എന്ന് പറയും. അതായത് ഗോക്കളെ മേയിക്കുന്ന ആ ഭാഗത്തിന് പറയുന്നത് വ്രജമണ്ഡലം എന്നാണ്. അപ്പൊ അങ്ങനെ ആ വ്രജമണ്ഡലത്തില് ഉള്ള ഒരവസ്ഥകളെ പറ്റി പറയുന്നുണ്ട്. ഈ വസുദേവരുടെയും ദേവകീദേവിയുടെയും മകനായിട്ട് ഭഗവാൻ അവതരിക്കുകയും അതുപോലെ തന്നെ ഭഗവാന്റെ അംശമായിട്ടുള്ള ആദിശേഷൻ, അതായത് അനന്തൻ, രോഹിണി ദേവിയുടെ മകനായിട്ട് ബലഭദ്രസ്വാമിയായിട്ട് അവതരിക്കുകയും ചെയ്യുമ്പോൾ ലക്ഷ്മി ദേവി ഭീഷ്മക രാജാവിന്റെ പുത്രിയായിട്ട് രുക്മിണി എന്ന പേരിൽ എടുക്കും. പാർവതി ഭൂമിയിൽ ജാമ്പവതി എന്ന പേരിൽ എടുക്കും. യജ്ഞനാരായണ ഭാര്യ ദക്ഷിണ ലക്ഷ്മണ എന്ന പേരിൽ പ്രശസ്തയാവും. വിരജ ഭൂമിയിൽ കാളുന്തി എന്ന പേരിൽ അറിയപ്പെടും. ലജ്ജാദേവി ഭദ്ര എന്ന പേരിൽ വരും. സമസ്ത പാപങ്ങളെ നശിപ്പിക്കുന്ന ഗംഗ മിത്രവൃന്ദയായിട്ട് വരും. അതാണ് ഭഗവാന്റെ 8 ഭാര്യമാർ എന്ന് പറയുന്നത്. ഇത് 8 മഹാലക്ഷ്മിയുടെ അഷ്ടലക്ഷ്മിമാരുടെ സ്വഭാവ സവിശേഷതകളാണെന്നാണ്. അപ്പൊ ഈ 8 ലക്ഷ്മിമാര്, ആ 8 ലക്ഷ്മിമാരും വളരെ കൃത്യമായിട്ടുള്ള ഒരു രീതി, അതായത് ഓരോ ദേവന്മാർക്കും അല്ലെങ്കിൽ ഓരോ ദേവതകൾക്കും ഉള്ള, നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മളിലുള്ള സ്വഭാവ സവിശേഷതകള് പരിപൂർണമായിട്ട് ഒരാളിൽ ഉള്ള സവിശേഷതകളെ പല ഭാവങ്ങളായിട്ട് കാണുന്നു. അതായത് മഹാലക്ഷ്മിക്ക് പോലുമുള്ള പല സ്വഭാവങ്ങളെ ഭഗവാന്റെ പല ഭാര്യമാരായിട്ട് കാണുന്നത് ഭാഗവതത്തിൽ നാരദ പരീക്ഷയിൽ അത് പറയുന്നുണ്ട്. ഭഗവാൻ നാരദ പരീക്ഷയിൽ ഭഗവാനെ പരീക്ഷിക്കാനായിട്ട്, ഭാര്യമാരെ പരീക്ഷിക്കാനായിട്ട് ചെല്ലുമ്പോൾ ഭഗവാൻ ഓരോരുത്തരുടെ അടുക്കൽ ഓരോരുത്തരായിട്ടാണ്. രുക്മിണി ദേവിയുടെ അടുക്കൽ ചെല്ലുമ്പോൾ ഭർത്താവായിട്ട് നിൽക്കുന്ന ആള്, ജാമ്പവതിയുടെ അടുക്കൽ ചെല്ലുമ്പോൾ എന്താണ് യുദ്ധം ചെയ്ത് പരിശീലിക്കുന്നു. സത്യഭാമയുടെ അടുക്കൽ ചെല്ലുമ്പോൾ അവിടെ രാജകീയ വിഷയങ്ങളെ ചർച്ച ചെയ്യപ്പെടുന്നു. അങ്ങനെ ഓരോരുത്തരും ഓരോ വിധത്തിൽ. ഭർത്താവും അതുപോലെയാകണമെന്നാണ്. കുടുംബ ജീവിതത്തിൽ ഭർത്താവും ഭാര്യയും എങ്ങനെയാകണമെന്ന് നമ്മളോട് പറഞ്ഞു തന്നത് ഈശ്വരന്മാരാണ്. അവർ ഈ ഈശ്വരന്മാരെ ഭഗവാന്മാരുടെ ജീവിതമായിട്ട് നമുക്ക് കാണിച്ചു തന്നതല്ല നമ്മൾ എങ്ങനെയാകണം, എങ്ങനെയാകരുത് എന്നാണ്. അതിൽ പറയുന്നുണ്ട്, ദ്രോണരും പ്രശസ്തനായിരിക്കുന്ന ദ്രോണർ എന്ന പേരിലുള്ള ആള് വൃന്ദാവനത്തിൽ നന്ദഗോപരായിട്ട് വരും. ദ്രോണന്റെ ഭാര്യയായിരിക്കുന്ന ധര വൃന്ദാവനത്തിൽ യശോദ എന്ന പേരിൽ അറിയപ്പെടും. സുചന്ദ്രനായിരിക്കും വൃഷഭാനുവാകുന്നത്. സുചന്ദ്രന്റെ ഭാര്യയായിരിക്കുന്ന കലാവതി കീർത്തി എന്ന പേരിലായിട്ട് വരും. അവരുടെ 2 പേരുടെയും മകളായിട്ടായിരിക്കും രാധ അവതരിക്കുക. അങ്ങനെ ഭഗവാൻ ഇവരോടൊപ്പം എല്ലാവരോടൊപ്പം ആ വ്രജമണ്ഡലത്തിൽ ഉണ്ടാകുമെന്നും ഭഗവാൻ തീരുമാനമെടുത്ത് ഓർഡർ ഇറക്കിയെന്നുള്ളതാണ്. കൃത്യമായിട്ട് ഓരോരുത്തരായിട്ടുള്ളതാണ് എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് ഭഗവാൻ പറഞ്ഞു. അപ്പൊ എന്നിട്ട് ഈ നമ്മൾ പറഞ്ഞ ബഹുലാശ
രാജാവിനോടാണ് ഈ നാരദ മഹർഷി കഥ പറയുന്നത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഈ ഓരോ പേരുകളൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സംശയങ്ങൾ ഈ രാജാവിനുണ്ടാകും. അപ്പൊ അങ്ങനെ ഈ രാജാവ് സംശയം ചോദിച്ചിട്ട് ഈ ആരാണ് ഈ നന്ദനൻ എന്ന് പറയും, നന്ദൻ എന്നൊക്കെ പറയുമല്ലോ, ഇവരൊക്കെ ആരൊക്കെയാണ് എന്ന് ചോദിക്കും. അപ്പൊ അന്നേരം പറയുന്നുണ്ട് നന്ദഗോപൻ അല്ലെങ്കിൽ നന്ദന്റെ ലക്ഷണം എന്താണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് സുബലന്, ശ്രീതാമന്, അങ്ങനെ അനവധി ഭഗവാന്റെ കൂട്ടുകാരായിട്ടുള്ളവരൊക്കെ മറ്റുള്ള വീടുകളിലൊക്കെ ഭഗവാന് കൂട്ടുകാരായിട്ടൊക്കെ ജനിക്കും. എന്നിട്ട് അതുപോലെ തന്നെ ഭഗവാന് നന്ദന്റെയും ഉപനന്ദന്റെയും ഒക്കെ മക്കളായിട്ടൊക്കെ കൂട്ടുകാരൊക്കെ ഭഗവാന് ജനിക്കും. അതുകൂടാതെ ഭഗവാൻ ഒരുപാട് കൂട്ടുകാരെന്നത്തെ അവരുടെ പേരൊക്കെ പറയുന്നുണ്ട്. അതായത് അർജുനന്, സ്തോകന്, കൃഷ്ണന്, അംശു എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഓരോ നന്ദനന്മാരുടെ വീടുകളിലായിട്ട് ജനിക്കുമെന്ന് പറയും. എന്നിട്ട് ഈ വ്രജമണ്ഡലം, അതായത് ഒരു ഗ്രൂപ്പ്, ആ ഒരു ഭാഗത്തിന്, ഒരു വ്രജമണ്ഡലത്തിന് 6 വൃഷഭാനുമാരുടെ വീടുകളിൽ വിശാലനും, ഋഷഭനും, തേജസ്വിയും, ദേവപ്രസ്ഥനും, വരൂധവനും മുതലായ ഒരു കൂട്ടുകാരൊക്കെ, ഇങ്ങനെയൊക്കെയുള്ള കൂട്ടുകാരൊക്കെ എനിക്ക് ജനിക്കുമെന്ന് കൃഷ്ണൻ അതിലെ ഒരു ധാരണ നമ്മളോട് പറഞ്ഞിരുന്നു. എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഈ നന്ദൻ, ഉപനന്ദൻ, വൃഷഭാനു എന്നൊക്കെ വെച്ചാൽ എന്താ എന്ന് രാജാവ് ചോദിക്കും. ഇങ്ങനെ ഓരോരുത്തരുടെ പേര് പറയും. ഇതൊക്കെ ആരാണ്? ഇവരൊക്കെ സ്ഥാനപ്പേരുകളാണോ? എന്താണ് ഇവർ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിനൊരു കൃത്യമായ മറുപടി ഇവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സദാസമയം പശുക്കളെ പാലിക്കുന്നവരെയും ഉപജീവനമാക്കി മാറ്റിയവരെയും ഒക്കെ ഗോപാലന്മാര് എന്ന് വിളിക്കും. അതായത് സദാസമയം പശുക്കളെ പരിപാലിക്കുന്നവരെയും പശുവിനെ സേവിക്കുന്നത് അല്ലെങ്കിൽ പശുവിനെ പരിപാലിക്കുന്നത് ഉപജീവനമാക്കി ജീവിക്കുന്നവരെയും എന്താണ് ഗോപാലന്മാരായിട്ട് വിളിക്കും. ഗോപാലന്മാരുടെ കൂട്ടത്തില് 9 ലക്ഷത്തിലധികം പശുക്കളുള്ളവരെ, എത്ര? 9 ലക്ഷം പശുക്കളുള്ളവരെ നന്ദന്മാര് എന്ന് വിളിക്കും. 9 ലക്ഷം. എന്നിട്ടുണ്ടോന്നുമില്ല, 2 എണ്ണത്തിന് വളർത്തുന്ന പാട് ഇല്ലേ? 9 ലക്ഷം. 9 ലക്ഷം പശുക്കളുള്ളവരെ നന്ദന്മാര് എന്ന് വിളിക്കും. 5 ലക്ഷത്തിലധികം പശുക്കളുള്ളവരെ ഉപനന്ദന്മാര് എന്ന് വിളിക്കും. 10 ലക്ഷത്തിലധികം പശുക്കളുള്ളവരെ വൃഷഭാനുമാര് എന്ന് വിളിക്കും. അപ്പൊ ഈ 5 ലക്ഷം 10 ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ അവര് തന്നെയല്ലല്ലോ വളർത്തുന്നത്. ഗോപാലന്മാര് ഒക്കെ ഉണ്ട്, ഗോപാലന്മാരും ഉണ്ട്, ഗോപാലന്മാരുടെ വീട്ടിലെ ആൾക്കാരും ഉണ്ട്. ഇപ്പൊ നമ്മൾ നോക്കുമ്പോ പിന്നെ എന്താ ടാറ്റ എന്ന് പറയുന്ന കമ്പനി നടന്നു, പുള്ളി ഒറ്റയ്ക്കാവുന്ന ഇത്രയും നടക്കുന്നതെന്ന് നമുക്ക് ചോദിക്കുന്ന പോലെ ഉള്ളൂ. അവിടെ എത്രയോ പണിക്കാരുണ്ടല്ലേ, ഏതെല്ലാം രാജ്യങ്ങളിൽ നിന്നും ഏതെല്ലാം വിധത്തിലാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർക്കുള്ള സ്ഥാനപ്പേരുകളാണ് നന്ദന്മാരും ഉപനന്ദന്മാരും അതുപോലെ തന്നെ വൃഷഭാനുമാര് എന്ന് പറയുന്നത്. അതുപോലെ 1 കോടിയിലധികം പശുക്കൾ പരിപാലിക്കുന്നവരെ നന്ദരാജാക്കന്മാര് എന്ന് വിളിക്കും. കുറവാണ്, 1 കോടിയേ ഉള്ളൂ. 50 ലക്ഷത്തിലധികം പശുക്കൾ ഉള്ളവരെ വൃഷഭാനുപരന്മാര് എന്നും വിളിക്കും. സുചന്ദ്രനും ദ്രോണനും മാത്രമാണ് ഈ വ്രജത്തിൽ ഈ പേരിന് അർഹരായിട്ടുള്ളത്. നന്ദഗോപരൊക്കെ ആരാണ്? നന്ദരാജാക്കന്മാരാണ്. 1 കോടിയിലധികം പശുക്കളുടെ ഉത്തരവാദിത്വം. പണ്ട് കാലത്ത് ഒരു രാജ്യത്തേക്ക് വേണ്ടുന്ന സകലമായിട്ടുള്ള പശു സംബന്ധമായിരിക്കുന്ന പാലും തൈയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം കൊടുക്കുന്നതും ഇവരുടെ ഭാഗത്ത് നിന്നാണ്. അപ്പൊ അങ്ങനെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട കുറെ ഉത്തരവാദിത്തപ്പെട്ടവരായിട്ട് ഇവരൊക്കെ നിൽക്കുന്നത്. അങ്ങനെ ഇത്രയും സുചന്ദ്രനും ദ്രോണരും മാത്രമാണ് ഈ വ്രതത്തിൽ ഈ പേരിന് അർഹരായിട്ടിരിക്കുന്നത്. ഒരു ദിവ്യ വ്രതത്തിൽ സുന്ദര വസ്ത്രധാരണം ചെയ്ത ശതചന്ദ്രാനന്മാരുടെ 100 യുദ്ധങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഇതിന്റെ പല വിധത്തിലുള്ള ഇവരുടെ അളവിനെ പറ്റിയാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നുണ്ട് ഒരു 10 കോടി എന്ന് പറയുന്നത്, നമ്മള് അളവിന്റെ അവസ്ഥ പറയുന്നതിനകത്ത് ഏറ്റവും ചെറിയ സമയം ഏതാണ്?
വിനായകൻ, ആനി, മാത്ര. എത്ര ആണ് ഒരു മാത്ര? ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യാതെ പറയുന്നില്ല. എന്താണ് ഒരു മാത്ര? ഒരു ജോലിയുടെ അതൊക്കെ ഒരു സെക്കൻഡ്. ഇങ്ങനെയൊക്കെ വിളിക്കുന്നതാണ്. ഞാനൊന്ന് വേറെ വിളിച്ചാൽ അല്ലേ? എന്താണ്? 7 താമരയുടെ ഇതളുകൾ ഒരുമിച്ച് വെച്ചിട്ട് ഒരു സൂചി അതിലോട്ട് കുത്തിയാക്കിയ ഒരു ഇതളിൽ നിന്നും അടുത്ത ഇതളിലേക്ക് പോകാൻ എടുക്കുന്ന സമയമാണ് ഒരു മാത്രം. ആലോചിച്ച് 7 താമരയുടെ ഇതളുകൾ ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ട് അത് ഒരു സൂചി അതിലേക്ക് കുത്തിയാക്കുമ്പോൾ ഒരു ഇതളിൽ നിന്നും അടുത്ത ഇതളിലേക്ക് പോകാൻ എടുക്കുന്ന സമയമാണ് ഒരു മാത്രം. അത്രമാത്രമുണ്ട് സമയം. അതില് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് 10 കോടി അളവ് വരുന്നതിന് എന്താ പറയുന്നതെന്ന് അറിയാം? ഒരത്ഭുതം എന്നാണ്. നമ്മളിപ്പോഴത്തെ അത്ഭുതമല്ല, നമുക്കറിയാവുന്ന ഒരു അത്ഭുതം വേറെ ഇല്ലേ? അപ്പൊ 1 കോടി അല്ല 10 കോടി വരെ വരുന്നതിനെ പറയുന്നത് എന്താണ്? ഒരു അത്ഭുതം എന്ന് വരെ പറയും. അപ്പൊ ഒരു മാത്രയിൽ നിന്നും ഒരു അത്ഭുതത്തിലേക്ക് വരെയുള്ള അളവുകൾ ഈ പറയുന്ന ഈ ഗോക്കളുടെ ഇടയിൽ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അവിടെ എന്ത് ചെയ്യും? ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള ഒരുപാട് ഈ പശുക്കളെയൊക്കെ ഒരുപാട് നോക്കുന്നവരെ ശ്രദ്ധിച്ചാൽ അറിയാം. നമ്മൾ വിചാരിക്കും നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളൂ ഈ പശുവിനെയൊക്കെ നമ്മൾ പ്രത്യേക ഇരുത്തിലൊക്കെ പണിത് പ്രത്യേകം ചാണകം വാരാനും അതിനെ കുളിപ്പിക്കാനും ഒക്കെ. നോർത്ത് ഇന്ത്യയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ പശുവിനെ കുളിപ്പിക്കാനോ പോയിട്ടുള്ളോ? നോർത്ത് ഇന്ത്യ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം. പശു രാവിലെ ഇറങ്ങി പോകും. പശു പോയി അവിടെയൊക്കെ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് കിട്ടുന്നിടത്തു നിന്നൊക്കെ ചപ്പാത്തിയും അതും ഇതും ഒക്കെ കഴിച്ചിട്ട് എപ്പോഴെങ്കിലും എന്ത് ചെയ്യും? അതിനൊരു സമയം, കൃത്യസമയത്ത് അത് ഈ വീട്ടിൽ വരും. അപ്പൊ അവർ പശുവിനെ കറക്കും. കറന്നു കഴിഞ്ഞാൽ ഈ പശു പിന്നെയും വീണ്ടും പോകും. അങ്ങനെ നടന്ന് ഒരു സമയമാകുമ്പോൾ പശു തിരിച്ചു. അവിടെയൊക്കെ അങ്ങനെയാണ് പശുവിനെ ശ്രദ്ധിക്കുന്നത്. കാരണം അത്ര മതിയാണ്, അത്രമാത്രം പശുവിന് അവർക്ക് ഒരു തിരിച്ചറിവുണ്ട്. നമ്മുടെ വീട്ടിലെ പശുക്കളാണ്, അതിനെ കൃത്യമായിട്ട് കുളിപ്പിക്കണം, അതിന് കൃത്യമായിട്ട് മരുന്ന് കൊടുക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനാണ്, ഇങ്ങനാണ്, അതാണ്, ഇതാണെന്നൊക്കെ പറയും. നോർത്ത് ഇന്ത്യയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പോയിട്ടുള്ളവർക്കൊക്കെ അത് കൃത്യമായിട്ട് അറിയാം. അങ്ങനെ ഓരോ വിധത്തിൽ പശുക്കളെയും കൃത്യമായിട്ട് ഗോക്കളെയൊക്കെ മേയിച്ചുകൊണ്ട് ഗോക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടാക്കപ്പെട്ട ഒരു ഭാഗമാണ് നന്ദഗോപന്മാരുടെ അല്ലെങ്കിൽ നന്ദകന്മാരുടേതായിരിക്കുന്ന ഒരു കൂട്ടം എന്ന് പറയുന്നത്. അവിടുത്തെ ഒരുപാട് ഗോപന്മാരിൽ 10 അർബുദങ്ങളാണ് ഒരു യൂഥം എന്ന് പറയുന്നത്. 10 കോടിയാണ് ഒരു അർബുദം, 10 അർബുദമാണ് ഒരു യൂഥം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ അങ്ങനെ അനവധി യൂഥങ്ങളായിട്ടാണ് ഓരോരുത്തരും അവിടെ പശുക്കളെ കൊണ്ട് ജീവിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരുപാട് പേരുള്ളതിനകത്ത് ഇവിടെ ഒരുപാട് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ പലരുടെയും പേരുകളൊക്കെ പറയുന്നുണ്ട്. രമയുണ്ട്, മധുമാധവിയുണ്ട്, വിരജയുണ്ട്, ലളിതയുണ്ട്, വിശാഖയുണ്ട്, മായ എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്. അതൊക്കെ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഓരോരുത്തരുടെ യൂഥങ്ങളാണ് എന്ന് പറയും. അപ്പൊ അങ്ങനെ 8ഉം 16ഉം 32ഉം സഖിമാരുടെ യൂഥങ്ങളൊക്കെ പ്രത്യേകം ഉണ്ട്. യജ്ഞസീതമാരും ജനകൂലിയെയും കോസലാദേശത്തിന്റെയും സുന്ദരികളും പുരന്ത കന്യകമാരും മുമ്പ് വരം കൊടുത്തിട്ടുള്ളവരും ഒക്കെയാണ് ഈ വന്ന് ഇവിടെയൊക്കെ വന്ന് ഇങ്ങനെ ഈ രീതിയിൽ വന്ന് പിറന്നേക്കുന്നതെന്ന് ഭഗവാൻ തന്നെ പറയും. ഭഗവാൻ പറയുന്നതായിട്ട് നാരദൻ പറയുന്നുണ്ട്. ഈ ഇത്രയും പേരുടെ പേര് പറഞ്ഞ എന്തിനാണെന്നറിയാം? ഇവരൊക്കെ ആരാ? പണ്ട് ഈ രാമായണത്തിലെ യുദ്ധമൊക്കെ കഴിഞ്ഞ് ഇവര് നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ സീതാദേവിയും ശ്രീരാമന്റെ കൂടെ താമസിക്കണമെന്നൊക്കെ
കോസലരാജിലെ മറ്റേ കിഷ്കിന്ധ്യയിലേക്ക് വാനര സ്ത്രീകളൊക്കെ പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടെ അങ്ങ് താമസിച്ചാൽ കൊള്ളാം, എല്ലാവരെയും കൂടെ അങ്ങ് താമസിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഭഗവാൻ പറഞ്ഞത് പറ്റത്തില്ല, നിങ്ങൾ പോകണം, നിങ്ങൾ നിങ്ങളുടെ നാട്ടിലോട്ട് പോകണം. അപ്പൊ എന്നാലും ഭഗവാനോടൊപ്പം വസിക്കണം എന്ന് പറഞ്ഞു. അതിന് ഞാൻ വേറെ ചാൻസ് തരാം. അവർക്ക് അന്ന് പറഞ്ഞു കൊടുത്ത ഭഗവാൻ എവിടെയെല്ലാം ആർക്കൊക്കെ ചാൻസ് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടോ അവർക്കെല്ലാം എന്ത് ചെയ്തു? പിന്നീട് ഭഗവാന്റെ കൃഷ്ണാവതാര സമയത്ത് ചാൻസ് കൊടുത്തു. അതുപോലെയാണ് നമുക്ക് ഇതൊക്കെ ചാൻസ് തന്നിട്ടുണ്ട് ഭഗവാന്, ഇല്ലേ? ഭഗവാന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. ഇപ്പൊ മാല കെട്ടാൻ കുറച്ചു പേരമ്മമാർ ഇന്ന് മാല കെട്ടും. അവർക്ക് ഈശ്വരൻ വിധിക്കപ്പെട്ട ഒരു നിയോഗമാണ്, അല്ലേ? ഇന്നത്തെ മാല ഭഗവാൻ ഈ കഴുത്തിൽ ഈ മാല കിടക്കുമ്പോ നമ്മുടെ മനസ്സിൽ എന്തായിരുന്നു എന്ന് ഈ പൂക്കൾ ഭഗവാനോട് പറഞ്ഞു കൊടുക്കുന്നതാണ്. അതാണ് മാലയുടെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് മാലയൊക്കെ കെട്ടുമ്പോൾ നമ്മുടെ എത്രമാത്രം ശ്രദ്ധ അതിലുണ്ട് എന്ന് മാല കാണുമ്പോൾ അറിയാവുന്നുണ്ട്. ആ ചെയ്ത കർമ്മത്തിന്റെ ഫലം ചെയ്തത് എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ എല്ലാ കാലത്തും താൻ അവസരം കൊടുക്കാമെന്ന് പറഞ്ഞവരെ ഭഗവാൻ എന്ത് ചെയ്തു? ഇതുപോലെയുള്ള അവസരങ്ങൾ കൊടുത്തു. കഴിഞ്ഞ ജന്മമൊക്കെ നമ്മൾ അവിടെ ഗുരുവായൂർ, തൃശ്ശൂർ ഗുരുവായൂരൊക്കെ അമ്പലത്തിന്റെയൊക്കെ അവിടെയൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മളവിടെ തൊഴാനൊക്കെ പോകുമ്പോൾ നമ്മൾ വിചാരിക്കുകയോ ഇവിടെയൊക്കെ ഉള്ളവർ എന്ത് ഭാഗ്യമുള്ളവരാ, എന്നും ഗുരുവായൂരപ്പനെ പോയി കാണുന്നത്, ഇല്ലേ? പക്ഷെ നമ്മൾ നമ്മുടെ നാട്ടിലുള്ള അമ്പലത്തിൽ പോകും ഇല്ല. നമ്മൾ നാട്ടിൽ അവധിക്ക് പോയി കഴിഞ്ഞാൽ നേരെ ഗുരുവായൂർ നേരെ മൂകാംബിക നമ്മൾ അവിടെ പോയി ഇവിടെ പോയി എല്ലാം വന്ന് ഒരു മാസമൊക്കെ നമ്മൾ പോകും. നമ്മുടെ തൊട്ടടുത്തുള്ള ധർമ്മദൈവത്തിലൊക്കെ പോകും. ആ സമയമില്ല. സ്വന്തം ധർമ്മദൈവത്തെ കുലദേവതയെ തൊഴാത്തവര് ഭർത്താവിനെ നോക്കാതെ ഒരു സ്ത്രീ അന്യപുരുഷനെ തേടി പോകുന്ന പോലാണെന്ന് ഭാഗവതി പറഞ്ഞു. കുലദേവതയെ നോക്കാത്തവർ, ധർമ്മദൈവത്തെ നോക്കാത്തവർ, ധർമ്മദൈവമാണ് നമുക്ക് പ്രധാനം. നമ്മുടെ ധർമ്മദൈവത്തെ നോക്കാതെ നമ്മൾക്കൊരു സ്റ്റൈലാണ്. ഗുരുവായൂരപ്പത്തിൽ പോയി ഇവിടെ പോയി 2 സ്റ്റാറ്റസും ഒക്കെ ഇട്ട് ഞങ്ങൾ ചെന്ന ഉടനെ നേരെ ഗുരുവായൂർ ഇറങ്ങുമായിരുന്നു. ഗുരുവായൂർ ചെന്ന് തൊഴുത് അവിടെ 2 ദിവസമൊക്കെ താമസിച്ച് ഒക്കെ അത് കഴിഞ്ഞിട്ടാണ് അവിടെ പോയി പത്മനാഭസ്വാമിയുടെ പോയി മൂകാംബികയിൽ പോയി. പിന്നെ ഈ ട്രെൻഡ് ക്ഷേത്രങ്ങളുണ്ട്, ചില സമയങ്ങളിൽ വരുന്ന ക്ഷേത്രങ്ങൾ. ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് മണി കെട്ടുക, അല്ലേ? കാട്ടിൽ മേക്കതിലുള്ളത്. അത് മോശമാണെന്നല്ല, അത് വളരെ വിശേഷമാണ്. കാട്ടിൽ മേക്കതിൽ മണി കെട്ടുക എന്ന് പറയുന്നത് വളരെ നല്ലതാണ്. കാട്ടിൽ മേക്കതിൽ പോയി അവിടുന്ന് മണിയെടുക്കുന്ന 2 ഫോട്ടോ എടുത്ത് സെൽഫിയൊക്കെ എടുത്ത് അകത്തൊന്നും പറച്ചിലൊന്നുമില്ല. അകത്ത് പോയി ഒന്നും കാര്യമൊന്നും പറയാനൊന്നുമില്ല. ചെന്ന് നമ്മൾ ഇതൊക്കെ സെൽഫിയൊക്കെ എടുത്ത് വിത്ത് ഫാമിലിയൊക്കെ എടുത്തിട്ട് അത് കഴിഞ്ഞ് വേറെ എവിടെയെങ്കിലൊക്കെ പോകുന്ന അതൊക്കെ എടുത്ത് നമ്മളെല്ലാവരും നമുക്കല്ലല്ലോ ഇതൊന്നും. പിന്നെ നാട്ടുകാർ ഇതൊക്കെ കാണിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ആരൊക്കെ കണ്ടെന്ന് നമ്മളൊന്ന് നോക്കും, ആരൊക്കെ കമന്റ് ചെയ്തതെന്നൊക്കെ നോക്കി ഇതെല്ലാം നമ്മളവിടെ കുറിച്ച് വെക്കും, ഒന്നും മറക്കത്തില്ല, ഇല്ലേ? അപ്പോ സ്വന്തം ധർമ്മദൈവത്തെ പാലിക്കാത്തവരാണ് കൂടുതലും എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ധർമ്മദൈവ സ്ഥാനത്തുള്ളവരെ, കുലദേവതാചാരത്തെ കൃത്യമായിട്ട് ചെയ്യുന്നവരെ ഉള്ളവർ പോലും ഭഗവാൻ എന്ത് ചെയ്തു? അതാത് തലങ്ങളിൽ ഭഗവാൻ ഇവരെ എല്ലാം കൃത്യമായിട്ട് സ്ഥാനങ്ങൾ കൊടുത്തു. പണ്ട് കാലത്ത് നമ്മൾ ചെയ്യണം ആഗ്രഹിച്ചിരുന്ന പല സൗഭാഗ്യങ്ങളാണ് നമുക്കിന്ന് നമ്മുടെ ജീവിതത്തിൽ കിട്ടിയത്. അതുകൊണ്ടാണ് ഈ ജന്മം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ആഗ്രഹിക്കണം, നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ആഗ്രഹിച്ചാൽ ഒരു പക്ഷേ നമുക്ക് അടുത്ത ജന്മം നമുക്കത് നല്ലത് തന്നെ കിട്ടും. അപ്പൊ അങ്ങനെ എന്നിട്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ ഈ രാജാവിനൊരു സംശയം, ഈ സ്ത്രീകളല്ല ഇവിടെ എന്താണ് ജനിച്ചത്? അവർക്ക് അതിനെന്തെങ്കിലും പുണ്യമുണ്ടായിട്ടുണ്ടോ ഇവരിങ്ങനെ ജനിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോ അതിന് ശ്രീ നാരദ മഹർഷി അതിനൊരു ന്യായം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് ഇവരെല്ലാം ഇപ്പൊ നമുക്ക് ഇന്നത് കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധ്യത, നമുക്കൊരു ചാൻസ് കിട്ടിയാൽ കുറച്ചുകൂടി അടുത്ത് കാര്യങ്ങൾ ചെയ്യാൻ ചാൻസ് കിട്ടുമ്പോൾ നമുക്കൊരു പ്രത്യേകതയല്ലേ. ഇപ്പൊ നമ്മളിപ്പോ ഇടുന്നൊരു മാല കെട്ടി, ഈ മാല ഇവിടെ ഇടുന്നതിനെക്കാട്ടിൽ അകത്ത് ഭഗവാന്റെ കഴുത്ത് ഇടുന്നത് കാണുമ്പോൾ നമുക്കൊരു തൃപ്തിയാണ്, അല്ലേ? ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് ഓരോ
എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഈ ബഹുലാശ രാജാവ് ചോദിക്കുന്നുണ്ട്, ഇവരൊക്കെ ഇവിടെ വന്ന് ഭഗവാന്റെ കൂട്ടത്തിൽ വന്ന് പിറക്കാൻ ഇവർക്ക് എന്താ ഇതിനൊരു സൗഭാഗ്യം കിട്ടാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ നാരദ മഹർഷി പറയുന്നുണ്ട്, പണ്ട് കാലത്ത് ഈ ഇവരെല്ലാവരും കൂടെ ചെന്ന് ഭഗവാനെ ചെന്ന് കണ്ട് സ്തുതിച്ചു. ഇവരെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടൂർ പോകും, നമ്മൾ പോകുന്ന പോലെ. എവിടെയാണ്? വൈകുണ്ഠത്തിൽ പോകും, കൈലാസത്തിൽ പോകും, അങ്ങനെ ഉള്ളിടത്തെല്ലാം ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് ഭഗവാനെ സ്തുതിക്കും. ഭഗവാൻ മഹാവിഷ്ണുവിനെ വൈകുണ്ഠത്തിൽ ചെന്ന് സ്തുതിച്ചു. ഇങ്ങനെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഭഗവാൻ ചോദിച്ചു, എന്തോ വരം വേണം? അപ്പൊ ഭഗവാൻ അറിയാൻ എന്തേ ഉള്ളൂ, അവര് ചോദിക്കാൻ പോകുന്ന വരം എന്തായിരിക്കും എന്ന് ഭഗവാൻ അറിയാം. കാരണം അതും അതേ വഴിയിലൂടെ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഭഗവാന്റെ ഉത്തരവാദിത്വം. അപ്പൊ അന്നേരം ഈ ശ്രുതിമാരായിരിക്കുന്ന ദേവിമാര് പറഞ്ഞു, ഭഗവാനെ അങ്ങയെ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും മനസ്സിലാക്കിയതിൽ ഞങ്ങൾ കൃതാർത്ഥരാണ്. പുരാണങ്ങൾ അറിയുന്നവരും ജ്ഞാനികളുമായിരിക്കുന്ന പുരുഷന്മാർ പറയുന്നതായിരിക്കുന്ന അങ്ങയുടെ കേവലം ആനന്ദമയമായ രൂപത്തെ ഞങ്ങൾക്ക് കാണിച്ചു തരിക. എന്നിട്ട് എന്ത് ചെയ്യണം? എന്നിട്ട് ഞങ്ങൾ ചോദിക്കുന്ന വരം ഞങ്ങൾക്ക് തരാം. അത് ഭഗവാനെ നന്നായിട്ട് ഞങ്ങൾക്കൊന്ന് മനസ്സിലാക്കാം. ആ ഭഗവാനെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ചോദിക്കാവുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുന്നു ഭഗവാൻ എന്ത് ചെയ്തു? ശ്രുതിമാരുടെ ഈ വാക്കുകളൊക്കെ കേട്ടിട്ട് ഭഗവാൻ താൻ എന്തായിട്ടാണോ പിന്നീട് പറക്കാൻ പോകുന്നത്, വൃന്ദാവനത്തിൽ ഗോപാല വൃന്ദാവനത്തിൽ ഗോപാലനായി ഭഗവാൻ പിറക്കുന്ന രൂപത്തെ അവർക്ക് കാണിച്ചു. അപ്പൊ കാണിച്ചു കൊടുത്തപ്പോ എന്ത് ചെയ്തു? അവര് പറഞ്ഞ ഒരു കാര്യം, ഭഗവാൻ അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇതെപ്പോഴാണോ അങ്ങയുടെ ഈ അവതാരം വരുന്നത്, അപ്പോഴും ഞങ്ങൾക്ക് അന്നേരം അവിടെ ഭഗവാനെ ഭജിക്കുവാനായിട്ട് ഒരു അവസരം നൽകണമെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, തീർച്ചയായിട്ടും ഞങ്ങൾ അവിടെ ഭഗവാൻ അവർക്ക് വരം കൊടുത്തു. നിങ്ങൾക്ക് ഞാൻ എന്നാണോ ഈ വേഷം ധരിക്കുന്നത് ആ സമയത്ത് എന്നെ ഭജിക്കാനുള്ള അവസരവും സാഹചര്യവും നിങ്ങൾക്ക് ഞാൻ നൽകാമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഈ ആഗ്രഹമൊക്കെ ലഭിക്കുന്നു എങ്കിൽ പോലും അത് ഉപയോഗയോഗ്യമാകുവാനും നിങ്ങൾക്ക് ഞാൻ വരം നൽകാമെന്ന് പറഞ്ഞു. കാരണം അവിടെ വന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. ഇപ്പൊ നമ്മുടെ ഗുരുവായൂരമ്പലത്തിൽ അവിടെ നമുക്ക് വീടുണ്ട്, ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ കാര്യമില്ലല്ലോ. പക്ഷെ നമുക്ക് പോയി തൊഴാനും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടാനും ഒക്കെ സാഹചര്യങ്ങൾ ഇല്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് കാര്യമില്ല. അപ്പൊ ഭാഗ്യം മാത്രം പോലെ യോഗവും വേണം. അപ്പൊ അങ്ങനെ ഭഗവാൻ നന്നായിട്ട് ഇവരെ അനുഗ്രഹിച്ചു എന്നാണ് പറയുക. എന്നിട്ട് വേറൊരു കാരണവും കൂടി പറയുന്നുണ്ട്. ഈ സ്ത്രീകൾ ഇവിടെ വരുന്നതിന് ഇവിടെ അതായത് വൈകുണ്ഠത്തിൽ വന്നെന്ന് ചോദിച്ചല്ലോ, അതിനെന്താ കാരണം എന്ന് ചോദിച്ചു. സ്ത്രീകളെല്ലാം കൂടി ഈ സ്തുതിമാരൊക്കെ വന്ന് ഇവിടെ വന്ന് ചോദിക്കാനൊരു കാരണം എന്താണ്? അപ്പോ ഭഗവാൻ നാരദ മഹർഷി പറഞ്ഞു, അതിനൊരു കാരണമുണ്ട്. പണ്ട് ത്രേതായുഗത്തില് ഈ ശ്രീരാമചന്ദ്രൻ ഇങ്ങനായിട്ട് ശ്രീരാമചന്ദ്രനായിട്ട് ഭഗവാൻ അവതരിച്ച സമയത്ത് മിഥിലാപുരിയിലേക്ക് ഭഗവാൻ ചെന്നു. സീതയെ അവിടെ നിന്ന് വില്ലൊക്കെ ഒളിച്ച് കൊണ്ടുവരാനായിട്ട് അവിടെ ചെന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ശ്രീരാമനെ കണ്ടപ്പോൾ കൊട്ടാരത്തിലൊക്കെ ഉള്ള സ്ത്രീകളൊക്കെ എന്തൊരു സുന്ദരനായി വന്നു നിൽക്കുന്നു. അത് ആർക്കാ കിട്ടിയത്? ആർക്കാ? സീതാദേവിക്കാണ് കിട്ടിയത്. ഇതുപോലൊരു സുന്ദരനെ ഒന്ന് കല്യാണം കഴിക്കാൻ കിട്ടിയായിരുന്നു എന്ന് ആഗ്രഹിച്ചു ഇല്ലേ? നമുക്കൊക്കെ തോന്നില്ല? അങ്ങനെയൊക്കെ തോന്നുന്ന പോലെ നമ്മുടെ മനസ്സിൽ ആഗ്രഹങ്ങൾ തോന്നുന്നു. ആഗ്രഹങ്ങൾ ഇങ്ങനെ തോന്നി, ആഗ്രഹങ്ങൾ തോന്നിയവരെല്ലാം ഭഗവാൻ അനുഗ്രഹിച്ചു. ആ ആഗ്രഹങ്ങൾ തോന്നി ഇവിടെ ഇങ്ങനെയൊക്കെ ഒരുപാട് ഭാഗ്യം ചെയ്തവരുണ്ട്. ആരെന്നറിയാം? നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ അമ്പലത്തില് നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഉള്ള പല സാധനങ്ങൾ. ഇപ്പൊ ഭഗവാന്റെ ശ്രീകോവിലിന്റെ മുമ്പിൽ ഒരു മണി കെട്ടി ശ്രദ്ധിച്ചിട്ടുണ്ടോ? മണി കെട്ടിട്ടുണ്ടോ? എന്നും ഭഗവാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സാധനമാണ്. അങ്ങനൊരു ഭാഗ്യം ചെയ്ത മണിയാണ് അല്ലേ? ഒരു പക്ഷെ അത് ഏതോ ഒരു സ്ഥലത്ത് ഏതോ ഒരു ഷോക്കേസിൽ ഇരുന്ന സാധനം, ഒരു കടയുടെ. നമ്മൾ ആരോ ഒരാൾ അത് കണ്ട് അതെനിക്ക് ഈ അമ്പലത്തിൽ കൊടുക്കാം എന്ന് ആഗ്രഹിച്ച് അത് കൊണ്ടുപോകും. അതുപോലെ ഇരിക്കുന്ന വിളക്കൊക്കെ നോക്കിക്കാൻ
ആ ഭഗവാന്റെ കഴുത്തിൽ കിടക്കുന്ന മാലകളൊക്കെ നോക്കിയാൽ ഇതെല്ലാം നമുക്ക് കിട്ടുന്ന എന്താണ്? ഭഗവാന്റെ കൂടെ ഇങ്ങനെ ഭാഗ്യം നമുക്കുണ്ടാകും. നമുക്കിതൊക്കെ റോഡ് ഇതൊക്കെ കാണാനും അല്ലെങ്കിൽ അതെന്താ അങ്ങനെ ഇച്ചിരിഞ്ഞോട്ട് നിൽക്കാറുണ്ട് അത് എന്നൊക്കെ പറയുന്നതല്ലാതെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളുടേതായിരിക്കുന്ന അവസ്ഥയിൽ. കാരണം എന്താണെന്നറിയോ, നമ്മൾ ഈ തർക്കത്തിന്റെ ആൾക്കാർ, ആരാണ് വലിയവൻ എന്നുള്ളതാണ്. പണ്ട് ഇങ്ങനെ തർക്കം ഉണ്ടായി. ആരാണെന്നറിയാം? നമ്മുടെ വിരലുകൾ. ഇതിലാരാണ് ഏറ്റവും മിടുക്കൻ? ആരാണ് ഇതിൽ ഏറ്റവും നല്ല വിരലായിരുന്നു? അപ്പൊ ഭയങ്കര വഴക്കായിട്ട് മുട്ടം വഴക്കം പ്രശ്നമായി. എന്നാൽ നമുക്കിതിനകത്ത് തീരുമാനം ഉണ്ടാക്കാന്ന് പറഞ്ഞുകൊണ്ട് ബ്രഹ്മദേവൻ അദ്ദേഹത്തിന്റെ നേരിട്ട് ചെയ്ത കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ഒരു തീരുമാനത്തിലെത്താം. അപ്പൊ അവിടെ ചെന്നിട്ട് ഇങ്ങനെ ചോദിച്ചു. അപ്പൊ ഭഗവാൻ പറഞ്ഞൊരു കാര്യം ചെയ്തത്, നിങ്ങൾ ഓരോരുത്തരും പറയുന്ന അവരവരും വലിയ കേമന്മാരാണ് പറയുന്നത്. നിങ്ങളുടെ കേമത്തരം എന്താണെന്ന് ആദ്യം നിങ്ങൾ പറയണം. എന്താണ് നിങ്ങളുടെ കേമത്തരം എന്താണെന്ന് ആദ്യം നിങ്ങൾ തന്നെ പറയണം. അതുകൊണ്ടാണല്ലോ നിങ്ങളിത് പറയുന്നത്. അപ്പൊ പറഞ്ഞു, ആദ്യം തള്ളവര് പറഞ്ഞു, എന്റെ പേര് തന്നെ എന്തുവാ? തള്ളവര്. തള്ളയില്ലാതെ പിള്ളേരുണ്ട് ഇല്ല. അപ്പൊ ഞാനില്ലാതെ ബാക്കിയുള്ളവരില്ല. അപ്പൊ അതുകൊണ്ട് ഞാനാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അത് തന്നെയല്ല, ഞാൻ വേണം പലതും ഓക്കെ പറയാൻ. ശരിയല്ലേ? എല്ലാവരും റെഡിയാകുമ്പോൾ നമ്മളെന്താ പറയും? ഡൺ ഇല്ലേ? എന്നല്ലേ പറയുന്നത്? ഊരെ എല്ലാവരും ഒക്കെ റെഡിയാ എന്ന് പറയത്തില്ല. ഡൺ എന്ന് പറയുന്നത് തള്ളവരും. അപ്പൊ ഇപ്പുറത്ത് ഈ ചൂണ്ട് വരണോ? പിന്നെ നമ്മളത് ഈ ചിലരൊക്കെ ചില കാര്യങ്ങൾ പിന്നെ എന്നൊക്കെ പറഞ്ഞ ഇതൊന്നും ഇവിടെ ഉള്ളവരെ അല്ല കേട്ടോ. ഇത് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നുള്ളത്. എനിക്കൊരു 4 ദിവസം കഴിഞ്ഞ് പോകാം. നാട്ടിൽ ചെന്നിടി കൊള്ളുന്ന പോലെ ഇവിടുന്ന് ഇടി കൊണ്ടിട്ട് പോകുന്നത് പാട്ട. അപ്പൊ അങ്ങനെ ചൂണ്ടുവരൽ പറഞ്ഞു. അമ്മച്ചി പറയും കൊള്ളാം, എല്ലാം റെഡിയാണെന്നൊക്കെ പറയും. എന്ത് ചെയ്ത് ചോദിച്ചാലേ ഞാൻ വേണം പറയാൻ. ആര്? ചൂണ്ടുവരൽ. ഭക്ഷണമൊക്കെ റെഡിയായപ്പോ നമുക്ക് അയച്ചപ്പുറം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചോദിച്ചു കഴിയുമ്പോൾ തള്ളവരനാണ് കാണിക്കുന്നത്. അല്ല, ചൂണ്ടുവരൽ പറയും ഇതായിരിക്കുന്നു ഇല്ലേ? അപ്പൊ പിന്നെ ഞാൻ എന്ത് കാര്യം? തള്ളവരിൽ ഇതൊക്കെ ഉണ്ടെന്ന് പറയാൻ, അവിടെ ഇത് കസേര ഇത് പറയാനൊക്കെ എല്ലാവരെയും കൊണ്ട് സാധിക്കും. അത് ചെയ്ത് കാണിക്കാൻ ഇവിടെ ഉണ്ട് എന്ന് കാണിക്കേണ്ടത് ആരാണ്? ചൂണ്ടുവരൽ. അത് തന്നെയല്ല, എന്റെ അടുക്കെ ഉടക്കാക്കൊണ്ട് വന്നേക്കല്ലേ ഞാൻ ഭയങ്കര പ്രശ്നക്കാരനാണ്. എന്താ പറയുന്നത്? എന്നെ തന്നെ വിളിക്കുന്ന വേറെ പേരുകളുണ്ട്. എന്താ? വഴക്കാട് വിളിക്കുന്ന പേരുണ്ടോ? നമ്മൾ പറയുന്നത് ചൂണ്ടി എന്നോട് വിരൽ വേണ്ടി സംസാരിക്കുന്നതൊക്കെ പറയും. ഇന്ന് വഴക്കാട് വരുന്നതൊക്കെ പറയും ഇല്ലേ? ചൂണ്ടി സംസാരിക്കരുതെന്നൊക്കെ പറയുന്നതിന്റെ ഒരു പ്രധാനത്തിൽ ഒരാൾ ഇതാണ്. ചില സ്ഥലങ്ങളിലൊക്കെ ഈ നാടൻ പ്രദേശത്തിലെ ഭാഗങ്ങളുണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ചിലതൊക്കെ അത് ചിലർക്ക് അറിയാവും. അപ്പം ഈ നടുവരൽ എന്നൊക്കെ പറഞ്ഞു അതൊക്കെ വെറുതെ. ഈ നടുവിരൽ എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠമായ ഒരു വിരലാണ്. ഞാൻ പിന്നെ ഈ എല്ലാവരുടെയും കൂടെ ഒന്നും കൂടുതൽ എനിക്കൊരു പ്രത്യേകമാണ്. ചിലരുണ്ട് നമ്മൾ 10 പേരൊക്കെ ഒരുമിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ചിലർ അവിടെ ഇങ്ങോട്ട് മാറി. ഞാൻ ഇതിനകത്ത് ഒന്നും പെടുന്നതല്ല അല്ലേ? ഞാൻ ഭയങ്കര സംഭവം. ഞാൻ ഇച്ചിരി മാറിയിരിക്കാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് മാറിയിരിക്കും. പിന്നെ ഞാൻ എൻ്റെ കൂട്ടത്തിൽ കൂടത്തില്ല. എനിക്ക് അവരെ കൊണ്ട് ഞാൻ ഇച്ചിരി വലിയ ആളാണ് അല്ലേ? നമ്മുടെ ആൾക്കാർ പറഞ്ഞു ഞാൻ വലിയ പുള്ളിയാണെന്നൊക്കെ പറഞ്ഞു മാറി എന്ന് പറഞ്ഞ ഒരാളാണ് വലിയവര്. അപ്പൊ അതിനെ ഏറ്റവും നീളമുള്ള ആളാണ്. ഞാൻ എവിടെ നിന്നാലും 10 പേര് എന്നെ കാണുന്നത് തന്നെയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വലിയ ജനങ്ങളൊക്കെ പറഞ്ഞു. അന്നേരം പിന്നെയുള്ളവരുടെ മോതിരവരില്ല. അപ്പൊ മോതിരവരിൽ പറയും ഇതൊക്കെ ഇവരൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ പറയും. ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു വിരൽ ആരാണ്? മോതിരവിരൽ. ഏറ്റവും വിലയുള്ള സ്വർണം ആരുടെ കയ്യിലേ എത്തിക്കത്തുള്ളൂ? ഈ മോതിരവിരലേ എത്തിക്കത്തുള്ളൂ. പൂജ കഴിക്കുമ്പോൾ പോലും പൂജയ്ക്ക് പവിത്രത ഉണ്ടാകാനുള്ള പവിത്രം എവിടെ എഴുതി?
ഈ മോതിരവരില്ല, ചൂണ്ടുവരല ഇടുവായിരിക്കും പവിത്രത ഇല്ല, മോതിരവരില്ല ഇടും. അപ്പോ ഇതൊക്കെ പറഞ്ഞിരിക്കുമ്പോ ചെറുതന്നെ അപ്പുറത്ത് മാറിയിരിക്കുന്നു. അപ്പൊ ബ്രഹ്മദേവൻ ചോദിച്ചു, നീ എന്താണ് അവിടെ പോയിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഞാൻ ഇവരൊക്കെ വെറുതെ പറയുന്നതാണ്. അമ്മ പറഞ്ഞു എന്ത് റിട്ടേൺ ഓക്കെയാണ്, എവിടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കുമ്പോൾ മറ്റേ ആളോടെ നോട്ടിരിക്കുന്നു എന്ന് പറയും. ഇപ്പൊ പവിത്രമായ വിരൽ, മോതിരവിരൽ, ഗംഭീരമായിട്ട് സ്വർണ്ണമൊക്കെ ഇട്ടിരിക്കുന്നു. പക്ഷെ ഇതെല്ലാം ഒന്ന് നിർത്താൻ ആർക്കും പറ്റുമോ? ചെറുവിരലിന് സാധനം ഇല്ലേ? ഭക്ഷണമൊക്കെ ആയോ എന്ന് ഹരിച്ചേട്ടൻ പറഞ്ഞു ഓക്കെ. ഹരിച്ചേട്ടന് ഉദാഹരണം പറയാൻ പറ്റില്ല. അപ്പം ഉദാഹരണം റെഡിയാണോ എന്ന് ചോദിക്കുമ്പോൾ പറയും ഡൺ. എവിടെ ഇരിപ്പുണ്ട്? ഭക്ഷണമൊക്കെ കൊണ്ട് അവിടെ ഇരിപ്പുണ്ട്. എന്നാ വിളമ്പട്ടെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? നിൽക്കേ ഇല്ലേ? ഒന്ന് നിൽക്കാൻ പറയുന്നത് ഏത് വല്ലതുകൊണ്ടാണ്? ഇപ്പം വേണ്ട സമയാവുന്നേ ഉള്ളൂ, ഇപ്പം ഇല്ലേ? അത് ഏത് വല്ലതുകൊണ്ട്? ചെറു. അപ്പൊ ഇതിനെയൊക്കെ പിടിച്ചു നിർത്താൻ പറ്റുക എന്ന് പറഞ്ഞ നിസ്സാര കാര്യമാണ്. ഇവരെല്ലാവരും പിടിച്ചു നിർത്തുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമാണ്. പക്ഷെ എങ്കിലും ഭഗവാൻ ഇതൊന്നും അല്ല ഒരു പവിത്രത. എന്താണെന്നല്ലോ, ഹൂസ്റ്റണിലെ ഗുരുവായൂരപ്പന്റെ അമ്പലത്തിൽ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ, നട തുറന്ന് ഭഗവാന്റെ മുമ്പിലോട്ട് ചെന്ന 2 കൈകൾ കൊണ്ട് ഭഗവാനെ നോക്കി തൊടുമ്പോൾ ഭഗവാന്റെ അടുക്കൽ ആദ്യം നിൽക്കുന്നത് ആരാ? ഈ ചെറുവരലായ ഞാൻ. ഭഗവാന്റെ മുമ്പിൽ, എല്ലാ സർവേശ്വരനായിരിക്കുന്ന ഭഗവാന്റെ മുമ്പിൽ ഭഗവാന്റെ ഏറ്റവും അടുത്ത് നിൽക്കാൻ ആദ്യം കിട്ടിയത് ആരാ? ഈ ചെറുവരലായിരിക്കാം. തള്ളയും ഒന്നും കാണാൻ പോലും ഇല്ല. ഉണ്ടോ? ഇല്ല. എന്റെ പുറകെ നിൽക്കുന്നതുകൊണ്ട് ഓരോരുത്തരും അങ്ങനെ കാണുന്നു എന്നുള്ളതേ. പക്ഷേ ഈശ്വരന്റെ മുമ്പിൽ, ബലമുള്ളവരുടെ, പവിത്രതയുള്ളവരുടെ മുമ്പിൽ, വിലയുള്ളവരുടെ മുമ്പിൽ ഏറ്റവും വിലയോടുകൂടി നിൽക്കുന്ന ആൾ ആരേ ഉള്ളൂ? എല്ലാ കാര്യങ്ങൾക്കും മുൻപിൽ നിൽക്കുവാൻ യോഗ്യതയുള്ളത് ആർക്കേ ഉള്ളൂ? ഈ പറഞ്ഞ എനിക്കേ ഉള്ളൂ, ഭഗവാനെ. പിന്നെ എനിക്ക് നീളമൊക്കെ കുറവാണ് എന്ന് എന്നെ ചെറുവരില്ലെന്നൊക്കെയാണ് വിളിക്കുന്നത്. അത് മുമ്പ് വേണേൽ വിളിച്ചോക്കെ. പക്ഷേ ഒരു സ്ഥാനം കിട്ടുക എന്ന് പറയുന്നത് അത് ദൈവീകമാണ്. അതിന് ഭാഗ്യം കിട്ടിയത് ആർക്കേ ഉള്ളൂ? ഈ ചെറുവരലായ എനിക്കേ ഉള്ളൂ. ജീവിതത്തിൽ ഇതിനപ്പുറത്ത് വല്ലതും വേണോ? ഭഗവാന്റെ മുമ്പിൽ നിൽക്കുവാൻ യോഗ്യത ഉണ്ടാകെങ്കിൽ അതിനപ്പുറത്ത് നമുക്ക് വേറെ എന്ത് ഭാഗ്യമാണ് വേണ്ടത്? അതാണ് ഭഗവാന്റെ ഏറ്റവും വിശേഷത എന്ന് പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് കിട്ടേണ്ടത് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന അവസ്ഥയാണ്. അപ്പൊ അങ്ങനെ സീതാദേവിയെ വിവാഹം കഴിക്കാനായിട്ട് ശ്രീരാമചന്ദ്രൻ ഇങ്ങനെ മിഥിലാപുരിയിൽ ചെന്ന സമയത്ത് അവിടെ നിന്ന, കൊട്ടാരത്തിൽ നിന്ന സകല സ്ത്രീകൾക്കും ഭഗവാനെ കണ്ടപ്പോ മോഹമുണ്ടായി എന്നാണ് മനസ്സിൽ. സ്ത്രീകൾക്കൊക്കെ ഭഗവാനെ കണ്ടപ്പോ ഇങ്ങനെ ഇത്രയും നല്ലൊരു ഭഗവാനെ വിവാഹം കഴിക്കാൻ സാധിച്ചായിരുന്നെങ്കിൽ, ഇത്രയും നല്ലൊരു പുരുഷനെ എനിക്ക് ഭർത്താവായിട്ട് കിട്ടിയായിരുന്നെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹിച്ചിങ്ങനെ ഇരുന്നു. ആഗ്രഹിക്കുകയല്ലാതെ വേറൊരു മാർഗവുമില്ല. അപ്പൊ അങ്ങനെ ആഗ്രഹിച്ചിരുന്നിരുന്നിരുന്നിരുന്ന് അവസാനം ഇവരുടെ മനസ്സിൽ ഇങ്ങനെ ഈ ആഗ്രഹം കിടക്കും. അങ്ങനെ ആഗ്രഹം കിടന്ന് അവസാനം എന്ത് ചെയ്തു? അവരുടെ ആ ആഗ്രഹത്തോടു കൂടി അവർ മരിച്ചു. ആ ആഗ്രഹത്തോടു കൂടി അവർ മരിച്ചു. അപ്പൊ ആ മരിക്കുന്ന സമയത്ത് ഇത് ബാലൻസ് ആയിട്ട് കിടന്നു. അതിനും ഭഗവാൻ എന്ത് ചെയ്തു? അവർക്കും വരം കൊടുത്തു എന്നാണ്. എന്ത്? നിങ്ങളെ ഞാൻ നോക്കിക്കൊള്ളാം. അപ്പൊ പോരാൻ പറഞ്ഞു, നിങ്ങളും ഒന്ന് പോന്നേക്കാൻ പറഞ്ഞു. അവിടെ എവിടെ? നമുക്ക് എല്ലാവർക്കും കൂടി അവിടെ താമസിക്കാം. അങ്ങനെ യഥാർത്ഥത്തിലുള്ള വരം ചോദിച്ച് അനുഗ്രഹദായകരായി നിൽക്കുന്ന എല്ലാവർക്കും സ്ഥാനങ്ങളും എല്ലാം കൊടുത്തിട്ട് എന്ത് ചെയ്തു? ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു തലത്തിലേക്ക് എല്ലാവരെയും ഭഗവാൻ ഇങ്ങനെ തയ്യാറാക്കിയിട്ട് നിർത്തി. എന്നിട്ട് എന്ത് ചെയ്തു? ഈ സ്ത്രീകളോട് അങ്ങനെ ആ വരം കിട്ടിയ സ്ത്രീകളെ എല്ലാം ഭഗവാൻ വിളിച്ചിട്ട് എല്ലാവർക്കും മെസ്സേജ് കൊടുത്തു. എല്ലാവരും വൃന്ദാവനത്തിന് ഗോപികമാരായിട്ട് പോയി പറഞ്ഞോളാം. ആണുങ്ങളെല്ലാം ഗോപന്മാരായിട്ട് പോയി പറഞ്ഞോളാൻ പറഞ്ഞു. ദേവന്മാരും ഒക്കെ പശുക്കളും കിടാങ്ങളുമായി, വൃക്ഷങ്ങളായി, പക്ഷികളായി, വൃക്ഷലതാദികളായി, അങ്ങനെ ഓരോന്നും ഓരോ രൂപഭാവങ്ങളിലായിട്ട് അവർ വന്നു. അപ്പൊ ഇവരെല്ലാവരും ഇങ്ങനെ വളർന്ന് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഭഗവാനെ കാണാനായിട്ട് എല്ലാം അതിനു മുമ്പേ എല്ലാവരും തയ്യാറായിട്ട് അങ്ങോട്ട് നിന്നു. എന്നിട്ടോ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന
പ്രത്യേകമായിരിക്കുന്ന ദേവതാ സാന്നിധ്യങ്ങൾ, അതായത് ഗുണങ്ങളുള്ള ദേവതകൾ, ധന്വന്തരി മൂർത്തിയും അതുപോലെയുള്ള ഓരോരോരോ ദേവതകൾ എന്ത് ചെയ്തു? അവരെല്ലാവരും അവരുടെ ഗുണങ്ങൾ ഉണ്ടാക്കുന്ന വിധത്തിലുള്ള സ്വഭാവങ്ങളെല്ലാം ഓരോരോ വൃക്ഷങ്ങളിലും പക്ഷിമൃഗാദികളിലും വൃക്ഷലതാദികളിലുമായിട്ട് അവർ മാറി നിന്നു എന്നാണ് പറയുന്നത്. ദ്വാപരയുഗത്തിന്റെ അന്ത്യത്തില് യഥാരൂപത്തിൽ വൃന്ദാവനത്തിൽ ഉണ്ടായി. അവിടെ എന്ത് ചെയ്യും? അവിടെ പല വിധത്തിലുള്ള സ്വഭാവങ്ങൾ ഉണ്ടാക്കി മാറ്റുന്നവരെ. അതായത് ഈ ഓരോ ദേവന്മാർക്കും ഓരോ ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങൾക്ക് ഓരോ സുഗന്ധമുണ്ട്. ആ ഗുണങ്ങൾക്ക് ഓരോ നിറങ്ങളുണ്ട്. ചില നിറങ്ങൾ കാണുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു സന്തോഷം തോന്നില്ലേ? ചില നിറങ്ങൾ. എന്നാൽ ആ നിറങ്ങൾ എല്ലാവർക്കും ഒരുപോലാണ്. ചിലപ്പോൾ ചില ആൾക്കാർക്ക് വെളുത്ത നിറം കാണുമ്പോൾ, വെള്ള വസ്ത്രങ്ങൾ കാണുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ചിലപ്പോൾ ചില നീല. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ വിധത്തിലാണ് ഓരോന്നിനോടും ഉള്ള മാനസികമായിരിക്കുന്ന സംതൃപ്തികൾ. അപ്പൊ ഈ സംതൃപ്തികളുടെ ഒരു പരിപൂർണതയിലേക്ക് എത്തുന്ന ഒരു അവസ്ഥ ആർക്കുണ്ടായി? ആ വൃന്ദാവനത്തിലേക്ക് ഉണ്ടെന്ന്. കണ്ണങ്ങ് പിടിച്ചിട്ട് നിൽക്കുന്നില്ല. ഉറക്കം വരുന്നില്ലേ? നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ സപ്താഹത്തിന്റെ ഉച്ച കഴിഞ്ഞ ആരും കാണത്തില്ല. അപ്പൊ എല്ലാവർക്കും ഉറക്കം വരും. കാരണം ഈ ക്ഷീണത്തെ നമ്മൾ പറയാൻ പറ്റില്ല. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നല്ല സാമ്പാറും മുട്ട തോരനും ഇതൊക്കെ എല്ലാവരോടും നിന്ന് പുളിശ്ശേരിയൊക്കെ അങ്ങോട്ട് വിളിച്ച് അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമുക്കറിയാതെ. അതുകൊണ്ടാണ് നമ്മൾ ഈ 4 മണിക്കാട്ടുന്നില്ല. അപ്പൊ ചിലർക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇനിയും വരണ്ടാലോ. പോയാ അവിടെ കൃഷ്ണനെന്നോ രുക്മിണിയെന്നോ രാവിലെ എന്നോ ഒന്നുമില്ല. ഈ പോയാൽ പിന്നെ ഞങ്ങൾ പറയും പോണോ വേണ്ടേ? നമുക്ക് പോകാൻ പറയാൻ പറ്റും. എന്നാ പോകണ്ട, ഞങ്ങൾ വിളിക്കാം ഉറങ്ങാതെ. ഞങ്ങൾ പക്ഷെ ഉറങ്ങും കേട്ടോ. ഞങ്ങൾ ഉറങ്ങി ഇവിടെ സ്വസ്ഥമായിട്ടിരുന്ന് ഇങ്ങനെ 1 കിലോ 1.5 കിലോ 2 കിലോ ഒക്കെ തൂക്കിയെടുക്കാം എന്നൊക്കെ പറയാം. അതായത് ഇത് ഉച്ചയായി പറയാൻ പറഞ്ഞത് നന്നായി. എന്താണെന്നറിയാം? അപ്പൊ എനിക്ക് കുറച്ചുകൂടെ പറയാം. ഇതൊക്കെ വീട്ടിൽ കിടന്ന് ഉറങ്ങിയാലും ഇതിനൊക്കെ ഒരു യോഗമുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ചിലപ്പോ ഇതൊക്കെ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ പലപ്പോഴും ഉണ്ടാകുന്ന പല സംശയങ്ങൾക്കുമുള്ള ചില ഉത്തരങ്ങൾ അത് ചില സമയത്താണ് നമുക്ക് കിട്ടുന്നത്. എപ്പോഴും കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടത്തില്ല. അത് ചില സമയങ്ങളിൽ അതൊക്കെ നമ്മുടെ ചിലപ്പോൾ സ്വകാര്യമായിരിക്കുന്ന ചില കാര്യങ്ങളായിരിക്കും. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്തും ഭഗവാൻ ഇങ്ങനെ ഓരോ വിധത്തിൽ, അതായത് ഈ വൃക്ഷലതാദികളായി നിൽക്കുന്ന ഓരോ വൃക്ഷങ്ങൾക്കും പല വിധത്തിലുള്ള ഔഷധ ഗുണങ്ങൾ ഉണ്ടാക്കിയതാണ്. അതായത് ധന്വന്തരി മൂർത്തിയുടെയും മറ്റുള്ള ദേവതകളുടെയൊക്കെ സാന്നിധ്യങ്ങൾ നമുക്ക് ആ വൃന്ദാവനത്തിൽ ഉണ്ടാക്കിയ ഒരു പ്രത്യേകതരമായിരിക്കുന്ന ഒരു അന്തരീക്ഷത്തെ ഉണ്ടാക്കപ്പെട്ടു. ഈ അന്തരീക്ഷം നമ്മുടെ മനസ്സിന് ഇങ്ങനെ ആനന്ദത്തെ ഉണ്ടാക്കും. നമ്മൾ ചില സ്ഥലത്തോട്ടൊക്കെ ചെന്ന് കഴിയുമ്പോൾ ചില മണമൊക്കെ നമുക്ക് കിട്ടി കഴിയുമ്പോൾ നമുക്കൊരു ഒരു മാനസികമായ ഒരു ഫീൽ ഇല്ലേ? എന്തൊരു സുഖമാണ്, എന്തൊരു സന്തോഷമാണ് എന്നൊക്കെ നമുക്ക് തോന്നുന്ന ഒരു പ്രത്യേക അനുഭൂതിയുള്ള അന്തരീക്ഷം ഉണ്ടാക്കാൻ വൃന്ദാവനത്തില് സാധിക്കപ്പെട്ടു എന്നാണ് പറയുക. എന്നിട്ട് എന്ത് ചെയ്തു? ഓരോ ഈ ദേവിമാരും പല തരങ്ങളിലുള്ളവർ. അപ്സരസ് ഗന്ധമാദന പർവ്വതത്തിൽ ചെന്നിരുന്നത് അവസ്ഥയിൽ അപ്സരസ് സ്ത്രീകൾ. ആ അപ്സരസുകൾ എന്ത് ചെയ്തു? ആ അപ്സരസുകൾ 2 കാര്യങ്ങളാണ് അവർ ആവശ്യപ്പെട്ടത്. ഒന്ന്, വൃന്ദാവനത്തില് ഭഗവാന്റെ ഗോപികമാരായി പിറക്കണം. പിന്നെ അപ്സരസുകളായിട്ട് എവിടെയും പറയണമെന്ന് പറഞ്ഞു, ഹൂസ്റ്റണിലും അവതരിക്കണം എന്ന് പറഞ്ഞു. ഇല്ലേ? അത് ശരിയാണ്. അതൊന്ന് സമ്മതിച്ചു. മറ്റേതൊന്നുമില്ല, ഇതങ്ങ് സമ്മതിച്ചു. അപ്പൊ അങ്ങനെ എന്ത് ചെയ്തു? അപ്സരസ് ഗന്ധമാദന പർവ്വതത്തിൽ ചെന്നിരുന്ന് നരനാരായണന്മാരെ തപസ് ചെയ്തിട്ട് പറഞ്ഞു, എന്താണ്? ഞങ്ങൾക്ക് ഭഗവാനോടൊപ്പം വസിക്കപ്പെടണം, ഇപ്പൊ ഭഗവാനോടൊപ്പം ജീവിക്കണമെന്ന് പറഞ്ഞു. ഇപ്പൊ എല്ലാവരെയും അനുഗ്രഹിക്കണം. പിന്നെ അതുപോലെ തന്നെ സുതലം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന്
വാമനമൂർത്തിയുടെ അടുക്കൽ ചെന്നു. ഭഗവാന്റെ അടുക്കൽ ചെന്നിട്ട് അവിടുത്തെ സ്ത്രീകളെല്ലാം കൂടെ പറഞ്ഞു, എന്ത് ചെയ്യണം, ഞങ്ങൾക്ക് ഭഗവാന്റെ കൂടെ ജീവിച്ചാൽ പോലെ എന്ത് ചെയ്യണം, ഞങ്ങൾക്ക് ഭഗവാനെ സ്നേഹിക്കാൻ, ഭഗവാനെ നിങ്ങളുടെ കാമുകനെ കിട്ടണം. ഓ, അത് അത്രയോ ആകുമായിക്കോട്ടെ, തഥാസ്തു, അതും നിങ്ങൾക്ക് സംഭവിക്കട്ടെ. അതെങ്ങനെയല്ല ഓരോരുത്തരും ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ അനുവദിച്ചു വരുന്ന സമയത്ത് വസുദേവരുടെ സങ്കല്പത്തെ പറയുകയാണ്. അതായത് കശ്യപ പ്രജാപതിയാണ് വസുദേവരായി പിറന്നതെന്നും അതിഥിയാണ് ദേവകിയായിട്ട് പിറന്നതെന്നും പ്രാണൻ എന്ന വസു ശൂരസേനായി, ധ്രുവൻ എന്ന വസു ദേവകനായിട്ടും ദേവാരായണനായിരിക്കുന്ന ദക്ഷ പ്രജാപതി അക്രൂരനായിട്ടും ജനിക്കും. വസു എന്ന പേരുള്ള വസു ഉദ്ധവനെ അറിയുന്നില്ല, ഉദ്ധവരായിട്ട് ജനിക്കും. കുബേരനിൽ നിന്ന് ഹൃതികനും വരനിൽ നിന്ന് കൃതവർമാവും ഉണ്ടാകും. അങ്ങനെ ഭക്ത പ്രഹ്ലാദൻ ആരായിട്ട് വരും? ഭഗവാന്റെ സാരഥിയായിരിക്കുന്ന ആരാണ്? പറഞ്ഞ ആദ്യത്തെ അക്ഷരം പറഞ്ഞു, മറ്റേ പേര് മറ്റേ ആഴ്ച പക്ഷെ ആദ്യം വന്നു, ആ അക്ഷരം ഒന്ന് വന്നു. 3 അക്ഷരമേ ഉള്ളൂ. മാധവേ കൃഷ്ണന്റെ പേരാണ് ഗൂഗിൾ നോക്കുന്നത്. അതെ, ആ സാമ്പാർ പിടിച്ചു വെച്ചേക്കാണ്. തുളസിപ്പൂവിന്റെ ഗന്ധം കേട്ട് ഗന്ധം അറിഞ്ഞ് ഭഗവാന്റെ സാരഥി ഓടി വന്നു. സാത്വനി, ഇതെല്ലാം നമുക്ക് ഇത് നമ്മുടെ ഇതെല്ലാം നമ്മുടെ ഇരിപ്പുണ്ട്. ക്ഷീരസാഗരം ചന്ദനുവാകും. വസുക്കളിൽ ശ്രേഷ്ഠനായിരിക്കുന്ന ദ്രോണര് ഭീഷ്മ പിതാമഹനായിരിക്കും. ദീവോദാസൻ ശല്യനാകും. ഭഗൻ എന്നു പേരുള്ള സൂര്യൻ ധൃതരാഷ്ട്രനാകും. പൂഷ എന്നു പേരുള്ള ദേവത പാണ്ഡുവാകും. ധർമ്മരാജാവിൽ നിന്ന് യുധിഷ്ഠിരനുണ്ടാകും. വായുദേവനിൽ നിന്ന് ഭീമനുണ്ടാകും. സ്വയംഭൂമനും അർജുനനായി ജനിക്കും. ശത്രുവ സ്വയംഭൂമന്റെ ഭാര്യ സുഭദ്രയായിരിക്കും. സൂര്യനാരായണൻ കർണനായി ജനിക്കും. അശ്വിനി കുമാരന്മാർ നകുല സഹദേവന്മാരാകും. ധാതാവ് ബലശാലി ബാഹ്ലകിയായി അവതരിക്കും. അഗ്നിദേവനിൽ നിന്ന് ദ്രോണാചാര്യനുണ്ടാകും. കലിയുടെ അംശം ദുര്യോധനായി ഭവിക്കും. ചന്ദ്രദേവനിൽ നിന്ന് അഭിമന്യു ഉണ്ടാകും. ശിവനിൽ നിന്ന് അശ്വത്ഥാമാവ് ഉണ്ടാകും. അങ്ങനെ ദേവോപദേവന്മാരെല്ലാവരും യദുവംശം, ഗുരുവംശം തുടങ്ങിയ മറ്റുള്ള രാജവംശങ്ങളിലും ഒക്കെ അവതരിക്കുമെന്നാണ്. അങ്ങനെ അവരെല്ലാവരും അവതരിച്ച് ഓരോരുത്തരായിട്ട് റാണിമാരായിട്ട് രമയുടെ അംശമായിട്ട് മാറി 16,000 പേരായിട്ട് മാറുന്നു. സ്ത്രീകൾക്ക് എത്ര സ്വഭാവം ഉണ്ടെന്നറിയാമോ? ലോകത്ത് സ്ത്രീകൾ എത്ര പേരുണ്ട്? എത്ര വിഭാഗം ഉണ്ടെന്നറിയാം? 16,000 സ്വഭാവങ്ങളുണ്ട്. അത് ശരിയാണ്. 4 വിധത്തിലാണ് സ്ത്രീകൾ. ആരൊക്കെയാണെന്നറിയാം? ഹസ്തിനി, ശംഖിനി, പത്മിനി, ചക്രിണി. ഹസ്തിനി ഹസ്തിനി, ശംഖിനി, ചക്രിണി, പത്മിനി. ഹസ്തിനി, ശംഖിനി, ചക്രിണി, പത്മിനി. അതാദ്യം അറിയുന്നത് എങ്ങനെയാണെന്നറിയാമോ? അവര് നടക്കുമ്പോഴാണ് ആദ്യം. അവരുടെ പാദം ആദ്യം ഇങ്ങനെ ഉപ്പൂറ്റി ഉറപ്പിക്കും. ആദ്യം കാല് വെക്കുന്നു. പാദത്തിന് മുൻഭാഗം വെച്ചിട്ട് കാല് വെക്കുന്നു. സൈഡ് ഭാഗം കാല് വെക്കുന്നു. നേരെ കാല്. അങ്ങനെ ഹസ്തിനി, ശംഖിനി, പത്മിനി, ചക്രിണി. അതൊന്ന് പറയണം.
നിൽക്കരുത്, അവിടെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. അപ്പൊ അങ്ങനെ 4 തരത്തിലുള്ള സ്ത്രീകള്, 3 തരത്തിലുള്ള പുരുഷന്മാര്, മാന, മുയല്, കുതിര, അങ്ങനെ 3 വിധത്തിലുള്ള പുരുഷന്മാരുണ്ട്. അതാണ് സ്ത്രീയുടെ സ്വഭാവം അറിയുന്നത് അങ്ങനെയാണെന്ന്. അങ്ങനെ പാദം നോക്കി സ്ത്രീയുടെ സ്വഭാവം പറഞ്ഞ ഒരു കഥാപാത്രമുണ്ട് രാമായണം. ആ സ്ത്രീയുടെ പേര് വിദ്വജിഹ്വന്റെ ഭാര്യയാണ്. യഥാർത്ഥ പേര് കാമരൂപിണി എന്നാണ്. വിദ്വജിഹ്വന്റെ ഭാര്യയായിരുന്നു. വിദ്വജിഹ്വൻ മരിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നീ പോയി വേറെ കല്യാണം കഴിച്ചു. ഇങ്ങനെ പുരുഷന്മാരെ നോക്കി നടന്നപ്പോൾ ഒരു പുരുഷന്റെ പാദം കണ്ടിട്ട് പറഞ്ഞു, ആ പാദസൗന്ദര്യം ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കട്ടെ ചോദിച്ചു. അപ്പൊ ആ പുരുഷൻ പറഞ്ഞു, ഒരുത്തനായാൽ അരികെ ഒരുത്തി വേണം, അതുകൊണ്ട് എന്റെ അടുക്കൽ ഒരാൾ ഉള്ളത് കൊണ്ട് എനിക്ക് വേണ്ട. പിന്നെ ആരാണെന്ന് വെച്ചാൽ അതുകൊണ്ട് അപ്പുറം തന്നെ അനിയൻ കൊണ്ടങ്ങോട്ടേ അങ്ങോട്ട് ചെന്നപ്പോ പറഞ്ഞു, ഉള്ള ഒരാളെ ഞാൻ വീട്ടിൽ വെച്ചിട്ട് വന്നതാണ്, നമുക്ക് ഇതേ വേണ്ട. അപ്പൊ പിന്നെ വിചാരിച്ചെന്നാ പിന്നെന്താ, ഒരുത്തനായാൽ അരികെ ഒരുത്തി വേണമെന്നെങ്കിലും ആഗ്രഹമുള്ള ഒരാൾ ഇന്ന് അവിടെ തന്നെ നിൽക്കാം, ഒന്നുകൂടെ ഒന്ന് സംസാരിച്ച ചിലപ്പോഴേ എന്ന് വിചാരിച്ചപ്പോ അതിന് തടസ്സം ആരാണ്? സീത. അപ്പൊ സീതയെ കൊല്ലാമെന്ന് വിചാരിച്ച് അവിടെ സീതയെ കൊല്ലാനായിട്ട് ശ്രമിച്ചപ്പോ എന്ത് ചെയ്തു? മൂക്കും മുലകളും ഛേദിക്കപ്പെട്ടു. സൗന്ദര്യത്തിന്റെ പ്രതീകമായിരിക്കുന്ന മൂക്കും കാമത്തിന്റെ പ്രതീകമായിരിക്കുന്ന മുലകളും ഛേദിക്കപ്പെട്ടു. എന്താണ് സ്ത്രീയുടെ പേര് എന്ന് വെച്ചാൽ എന്തുവാണ്? മുറം പോലെ നഖമുള്ളവളാണ് പാദങ്ങൾ. ഓരോരുത്തർ മാറ്റി വെക്കുന്നു. അതുകൊണ്ടാണ് സ്ത്രീക്ക് പാദത്തിന് ആഭരണം കൊടുത്തത്, അല്ലേ? പാദത്തിന് ആഭരണം കൊടുത്തത് പാദം പൂജിക്കപ്പെടേണ്ടതാണെന്നാണ്. പാദം പൂജിക്കപ്പെട്ടതാണ്. ഏറ്റവും പവിത്രതയുള്ളത് ഇവിടെ ആരാണ്? സ്ത്രീയുടെ പാദങ്ങളാണ്. എത്ര മാത്രം പവിത്രതയുള്ളതോ അത് ആ സ്ത്രീയുടെ പാദങ്ങൾ. അതിൽ ഏറ്റവും പവിത്രമുള്ള പാദം ആരുടെയാണ്? നമ്മുടെ അമ്മയുടെ. നമ്മുടെ അമ്മയുടെ പാദത്തിന് അത്രമാത്രം പവിത്രതയാണ്. കാരണം നമ്മളെ നിലനിർത്തിയത് ആരാണ്? അമ്മയുടെ ആ പാദങ്ങൾ. ആ പാദങ്ങൾ ഒന്ന് പ്രയാസപ്പെട്ടിരുന്നുവെങ്കിൽ, ഒന്ന് തെറ്റിയിരുന്നുവെങ്കിൽ നമ്മളെന്ന ജീവൻ പോലും ഈ ലോകത്ത് കാണും. നമ്മളെ നിലനിർത്തിയത് ആരാണ്? അമ്മയുടെ പാദങ്ങളാണ്. അതുകൊണ്ടാണ് അമ്മയുടെ പാദത്തില് നമ്മൾ നമസ്കരിക്കണം. അമ്മയുടെ പാദത്തിൽ നമസ്കരിക്കാറുണ്ടോ? അമ്മ ജീവിച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിൽ ചെല്ലുമ്പോൾ അമ്മയുടെ പാദത്തില് ഇങ്ങനെ 2 പാദത്തിലോട്ടും നമ്മുടെ നെറ്റി അമ്മയുടെ പാദത്തിൽ കൊണ്ട് അമ്മയെ നമസ്കരിക്കണം. നമ്മുടെ നെറ്റി അമ്മയുടെ പാദത്തിൽ തൊട്ടിപ്പിച്ച് നമ്മൾ നമസ്കരിക്കണം. അത്രമാത്രം സവിശേഷതയാണ്. നമ്മുടെ അമ്മയ്ക്ക് മാത്രമേ ഒരു പ്രത്യേക മണമാണ്. നമ്മുടെ അമ്മ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ അമ്മയ്ക്ക് ഒരു പ്രത്യേക മണവും നമ്മുടെ അമ്മയ്ക്ക് ഒരു പ്രത്യേക സ്വാദുണ്ട്. നമ്മുടെ അമ്മ ഭക്ഷണങ്ങളൊക്കെ തന്നു കഴിഞ്ഞാൽ ആ ഭക്ഷണത്തിന് ഒരു പ്രത്യേക സ്വാദാണ്. അതിന് എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാലും ശരി, അമ്മയുടെ ഒരു പ്രത്യേക സ്വാദ്. ആ സ്വാദ് വളരെ സവിശേഷമായിരിക്കുന്ന അമ്മയുടേതായിരിക്കുന്ന ഒരു മണമുണ്ട്. നമ്മുടെ കുട്ടിക്കാലത്ത് മുതലേ നമ്മൾ അനുഭവിച്ച അമ്മയിൽ നിന്ന് കിട്ടിയ ഒരു സുരക്ഷിതത്വമുണ്ട്. അതെല്ലാം പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത. എവിടെയാണോ സ്ത്രീയെ പൂജിക്കുന്നത് അവിടെയാണ് ഐശ്വര്യം ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ നമ്മളിത് പറഞ്ഞു പോയത് എവിടെയോ നിന്ന് പോയതാണ്. അതാ കേമാ 4 വിധത്തില് അത് പറഞ്ഞു. 4 വിധത്തിലാണ് പറയുന്നത്. 4 വിധമുണ്ട്. അതിന് സ്വഭാവങ്ങൾ 16,000-ഓളം ഉണ്ടെന്നാണ് പറയുന്നത്. ആ 16,000-ഓളം ആരുടെ അടുക്കലുണ്ടായി? ഭഗവാന്റെ അടുക്കലുണ്ടായി. ആ 16,000-ഓളം എണ്ണത്തിനെയും ഭഗവാന്റെ പരിധിയിൽ വന്നു എന്ന്. അത്ര പവിത്രതയാണ് ആർക്ക്? പൂർണ്ണതയാണ് ആർക്ക്? ഭഗവാൻ. അല്ലെങ്കിൽ ഭഗവാൻ ഈ 16,000 പേര് പോകാൻ കഴിയുന്ന ഭഗവാൻ ഇവരെല്ലാം തന്റെ സഹോദരിയായിട്ട് കണ്ടാൽ പോലെ. ഭാര്യ എന്ന് പറയുന്നത് എന്താണ്? തന്റെ പരിധിക്കുള്ളിലാണ്, അല്ലേ? അങ്ങനെ ഭഗവാന്റെ പരിധിക്കുള്ളിൽ വന്നു ഈ 16,000-ഓളം. അപ്പൊ അങ്ങനെ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന
സവിശേഷമായിരിക്കുന്ന അവസ്ഥയിലേക്ക് ഭഗവാൻ വന്നു എന്നാണ് പറയുക. എന്നിട്ട് എന്ത് ചെയ്തു? ഭഗവാന്റെ അവസ്ഥകൾ പരിപൂർണമായിട്ടുള്ള തലത്തിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്ന ആളാണ് ആര്? കംസൻ. ആ കംസന്റെ അവതാരം എന്ന് പറയുന്നത്, കംസൻ ആരുടെ പുനർജന്മമാണ്? കാലനേമി. അപ്പൊ കാലനേമിയുടെ അംശമായിരിക്കുന്ന കംസന്റെ ബല പരാക്രമങ്ങളെ പറ്റിയിട്ടാണ് പിന്നീട് നമ്മൾ പറയുന്നത്. നമ്മളെ നേരത്തെ കൃഷ്ണാവതാരം പറഞ്ഞതാണ്, പക്ഷെ ഇത് അങ്ങോട്ട് പോകുന്നതേ ഉള്ളൂ. നമ്മളിത് അന്നേരം മുമ്പൊക്കെ പറയേണ്ടി കൊണ്ടാണ് കൃഷ്ണാവതാരം പറഞ്ഞത്. അതായത് മഹാസുരനായിരിക്കുന്ന അസുരനായിരിക്കുന്ന കാലനേമി എന്ന് പറയുന്ന അസുരൻ ഭഗവാൻ വിഷ്ണുവിനോട് യുദ്ധം ചെയ്യുകയും സഞ്ജീവനി ശക്തി വധിക്കപ്പെട്ടപ്പോ മൃതസഞ്ജീവനി ശക്തി കൊണ്ട് ശുക്രാചാര്യൻ കാലനേമി അങ്ങോട്ട് ജീവിപ്പിച്ചു. എന്നിട്ട് വീണ്ടും ഇങ്ങനെ യുദ്ധം ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കറുകയുടെ നീര് മാത്രം കുടിച്ചുകൊണ്ട് ബ്രഹ്മാവിനെ തപസ് ചെയ്ത് ദേവന്മാരുടെ കാലഗണന അനുസരിച്ച് 100 വർഷം കാലനേമി തപസ് ചെയ്തപ്പോൾ ബ്രഹ്മദേവൻ പ്രത്യക്ഷനായി എന്നാണ്. എന്നിട്ട് പറഞ്ഞത്, എന്നിട്ട് എന്ത് ചെയ്തു? എനിക്ക് ഈ ബ്രഹ്മാണ്ടത്തിൽ എനിക്ക് തുല്യമായിട്ട് ഒരാളും ഉണ്ടാകരുത്. ആരുടെ ഒഴിച്ച്? വിഷ്ണു ഒഴിച്ച് ബാക്കി ആരും എനിക്ക് ഉണ്ടാകരുതെന്ന് ഒരു വരം തരാണ്. അപ്പോഴേ ഉള്ളൂ ബ്രഹ്മദേവൻ. കാരണം എന്താ? ഈ ഉയരം കൂടുമ്പോൾ നമ്മൾ ചോദിക്കത്തില്ലയോ ആളെന്നെ ദുഷ്ടനാണ് ഇങ്ങനെ വളരുന്നത് എന്താണെന്ന് പറയും. ഉയരം കൂടുന്നവർക്ക് എന്താ കുഴപ്പം? ഉയരം കൂടുന്നവരും വീഴ്ചയുടെ ആക്കവും കൂടുന്നു, വീഴ്ചയുടെ ബലവും കൂടും. എന്നാ പിന്നെ സമാധാനം ഇപ്പോൾ. അപ്പൊ അങ്ങനെ എല്ലാം നിനക്ക് ഗുണകരമായിട്ടൊക്കെ വരും എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഉഗ്രസേന രാജാവിന്റെ ഭാര്യയുടെ ഗർഭത്തിലൂടെ ഈ കാലനേമിയുടെ അവതാരം കംസനായിട്ട് വന്നു പിറക്കുന്നത്. മഗധയുടെ രാജാവായിരിക്കുന്ന ജരാസന്ധന് ഒരിക്കല് ഈ കാലനേമി ഉഗ്രസേന രാജാവിന്റെ ഭാര്യയുടെ മകനായി പിറന്ന പോലെ അറിയാൻ പറ്റത്തില്ല നമ്മളും ആരുടെയൊക്കെ അവതാരം അതിന്റെ എന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ഏതെങ്കിലും ഒരു അസുരന്റെയോ ദേവന്റെയോ ഒക്കെ അവതാരങ്ങളാകാം. അതുകൊണ്ടാണ് നമ്മൾ അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ചിലപ്പോൾ നമുക്കിപ്പോ ഞാൻ നാളെ അമ്പലത്തിലൊന്നും പോകുന്നില്ല, നാളെ ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് നേരം വെളുക്കുന്ന നമ്മൾ ഓർക്കാതെ പോകും. നമ്മൾ എത്രയൊക്കെ എന്തൊക്കെ ചെയ്താലും ശരി, നമ്മൾ അപ്പോഴെല്ലാം നമുക്ക് ചിലപ്പോൾ പല സൗകര്യങ്ങളും സാഹചര്യങ്ങളും എല്ലാം നമുക്ക് അനുകൂലമായിട്ട് വരും. അത് ദൈവികമായ കാര്യങ്ങൾ ചെയ്യാൻ ചിലപ്പോൾ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകൾക്ക് ഇടയ്ക്കാണെങ്കിലും നമ്മൾ ചില കാര്യങ്ങൾ നമ്മളിൽ കൂടി തന്നെ ചെയ്യപ്പെടും. അതെന്താണ്? മുജ്ജന്മ ബന്ധത്തിന്റെ ബലമാണ്. നമ്മളിൽ നമുക്കതൊന്നും ചെയ്യാതിരിക്കാൻ കഴിയില്ല. നമ്മളെ ഇനി എത്ര മാറ്റിയൊക്കെ നിർത്തിയാലും മാറി നിൽക്കാമെന്നൊക്കെ നമ്മൾ തീരുമാനിച്ചാൽ ചില ഭരണസമിതിയിലെ അംഗങ്ങളൊക്കെ പറയും, അടുത്ത വർഷം ഞാൻ ഒരു കമ്മിറ്റിയിലില്ല, ഞാൻ ഒരു പരിപാടിക്കില്ല, അടുത്ത വർഷം വീട്ടിലെ കാര്യം നോക്കി കുടുംബത്തിരിക്കാൻ പോവാം, രാവിലെ എഴുതി സമയവുമില്ല, കാര്യമില്ല, അതും ഇതുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സമയമാവുമ്പോൾ നമ്മൾ ഓർക്കത്തില്ല. ഇങ്ങനൊരു സംഭവമേ, നമ്മളിങ്ങനെ ശബ്ദം എടുത്ത കാര്യം നമ്മളത് മറന്നുപോകും. അതെല്ലാം കഴിഞ്ഞ് ഓരോ കാര്യങ്ങൾ കിടക്കുമ്പോഴായിരിക്കും നമ്മൾ പറഞ്ഞു, അന്ന് ഞാൻ പണ്ട് തീരുമാനിച്ചതായിരുന്നു, ഇന്നൊന്നും പറ്റത്തില്ലെന്ന്. പക്ഷെ നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല. കാരണം ദൈവീകമായിരിക്കുന്ന കർമ്മങ്ങളുടെ ഇതിന്റെയൊക്കെ ഒരു ഭാഗത്തിന്റെ വിശേഷതയാണ്. അപ്പൊ അങ്ങനെ ഈ ഓരോ വിധത്തിൽ കാലനേമിയുടെ ശേഷത എന്ന് പറയുന്നത് അതാണ്. അസുരനായിട്ട് ഉഗ്രസേന രാജാവിന്റെ ഭാര്യയുടെ മകനായിട്ടൊക്കെ അദ്ദേഹം പിറന്നു. ഒരിക്കല് മഗധയുടെ രാജാവായിരിക്കുന്ന ജരാസന്ധനിങ്ങനെ യുദ്ധത്തിനായിട്ട് ഇങ്ങനെ ഇവരെല്ലാം യുദ്ധത്തിനിറങ്ങിപ്പോകും. പോകുന്ന വഴി ആരെങ്കിലും യുദ്ധം ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. യുദ്ധം ഉണ്ടെങ്കിൽ യുദ്ധമൊക്കെ ചെയ്ത് ഒരു ഇങ്ങോട്ട് കിട്ടാനുള്ള ഇങ്ങോട്ട് വഴിക്ക് അങ്ങോട്ട് കൊടുക്കാനുള്ളതാണെങ്കിൽ അങ്ങോട്ട് കൊടുക്കും. അതാണ് ദുഷ്ടന്റെ ഒരു പ്രത്യേകത. ഏതാണ്? ഒന്നുമില്ലെങ്കിൽ വെളിയിലോട്ട് നിൽക്കുന്നത് എന്താണെന്ന് ചുമ്മാ ചോദിക്കും. ചിലപ്പോൾ ഇങ്ങോട്ടൊന്ന് രണ്ടെണ്ണം കിട്ടും, സന്തോഷമാകും. അല്ലെങ്കിൽ അങ്ങോട്ട് രണ്ടെണ്ണം കൊടുക്കും. വല്ല കാര്യമുണ്ടെങ്കിൽ ഒരു കാര്യവുമില്ല.
അപ്പൊ അങ്ങനെ ജരാസന്ധൻ എന്ത് ചെയ്തു? യുദ്ധത്തിനായിട്ട് ഇങ്ങനെ അവരവരുടെ ശക്തി എപ്പോഴും നിലനിർത്തും. അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ പോയപ്പം എന്താണ്, ഈ യമുനയുടെ തീരത്ത് വന്നപ്പം 1000 ആനയുടെ ശക്തിയുള്ള ഒരു ആനയുണ്ട്. ആ ആനയുടെ പേരെന്താണെന്നറിയാം? കുവലയപീഠം എന്നാണ്. കുവലയപീഠം എന്ന് പറയുന്ന ഒരു ആനയ്ക്ക് 1000 ആനയുടെ ശക്തി, അത്രമാത്രം ബലമുള്ള ആനയാണ്. ഒരു ദിവസം ഇത് ഈ പുറത്തൊക്കെ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടായി, ആന പുറത്തിറങ്ങി വലിയ പ്രശ്നമൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്ന സമയത്ത് എന്തെന്നറിയാം, ആരോ പറഞ്ഞു കേട്ടിട്ട് കംസൻ അവിടെ ചെന്നിട്ട് ഈ അങ്ങോട്ട് ഈ കുവലയപീഠം എന്ന് പറയുന്ന ആനയെ ചുരുട്ടി ചെന്നിട്ട് നിലത്ത് ഒറ്റയടിയും വെച്ചു. അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ഈ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ കുവലയപീഠത്തെ ദൂരെ പിടിച്ചിങ്ങോട്ട് കറക്ക് തുമ്പിക്കൈയിലോട്ട് പിടിച്ച് ഇങ്ങനെ 2 കറക്ക് കെട്ടി ചെയ്ത് വെച്ചു. കുവലയപീഠം ഇങ്ങനെ പറന്ന് എന്ത് ചെയ്തു? ജരാസന്ധന്റെ സൈന്യത്തിന്റെ നടുക്ക് എന്നങ്ങ് വീണു. അപ്പൊ നമുക്ക് 1000 ആനയുടെ ശക്തിയുള്ള കുവലയപീഠത്തെ ഇങ്ങനെ എടുത്തെറിയാൻ കഴിവുള്ളവനാരാണ്? എന്നിട്ടുണ്ടെങ്കിൽ അവൻ മോശക്കാരനാണോ? ആരാണ് അവനെ കൊണ്ടുവരാൻ പോകും? അപ്പൊ നമുക്ക് ഇന്ന ആളാരാണോ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നിന്നൊക്കെ ഒരു കാര്യം ചെയ്യാം, ഈ ഒരു പരിധിക്ക് അപ്പുറത്തായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നറിയോ? ദുഷ്ടൻ വേറൊരു ദുഷ്ടനെ കാണുമ്പോൾ അവന്റെ സ്വന്തമാണ്. നമ്മൾ എല്ലാവരും നമ്മൾ എങ്ങനെ ഇതിനൊക്കെ പരിചയപ്പെടുത്തും? അങ്ങനെയാണ് അവരെല്ലാം നമ്മളെങ്ങനെ പരിചയമാവും. അങ്ങനെ എന്ത് ചെയ്തു? ജരാസന്ധന്റെ സുഹൃത്തായിട്ട് കംസൻ വന്നു. അപ്പൊ വെറുതെ വന്നു കഴിഞ്ഞാൽ സൗഹൃദത്തിന്റെ കാര്യമാകത്തില്ല, അതുകൊണ്ട് ഒരു ബന്ധം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് ചെയ്തു. ജരാസന്ധന് 2 പെൺമക്കളുണ്ടായിരുന്നു, അസ്ഥി പ്രാപ്തി. 2നെ പിടിച്ചാൽ കൊടുത്തു. ഒന്നിന് പകരം 2 ആയിട്ട് കിടക്കട്ടെ, തന്നെ അനുഭവിക്കണ്ട, നീ ആ 2 സൈഡിൽ കൂടെ അനുഭവിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ എന്ത് ചെയ്തു? അസ്ഥിയും പ്രാപ്തി എന്ന് പറയുന്ന 2 സുന്ദരിമാരായിരിക്കുന്ന മക്കളെ ജരാസന്ധന് കംസന് വിവാഹം ചെയ്തു കൊടുത്തു എന്നാണ് പറയുന്നത്. 10 ലക്ഷം കുതിരകളെയും 1 ലക്ഷം ആനകളെയും 3 ലക്ഷം രഥങ്ങളും 10,000 ദാസിമാരെയും ജരാസന്ധൻ കംസന് സ്ത്രീധനമായി കൊടുത്തു. അന്നേ സ്ത്രീധനം കൊടുക്കും. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എപ്പോഴും കംസനൊരു പ്രത്യേകതയുണ്ട്. എല്ലാവരും ഈ ഈ മല്ലയുദ്ധത്തിനോട് താല്പര്യമുള്ള ആളായിരുന്നു കംസൻ. അപ്പൊ കംസൻ അതുകൊണ്ട് ഈ മല്ലയുദ്ധം എവിടെയുണ്ടെങ്കിലും ചെന്ന് അതിൽ പങ്കെടുക്കുകയും അതിന് അങ്ങനെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള മഹിഷ്മതിപുരിയിൽ ചെന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ചില മല്ലന്മാരുണ്ടായിരുന്നു. അതൊക്കെയാണ് ചാണൂരന്, മുഷ്ടികന്, കൂടന്, ശലന്, തോശലന് തുടങ്ങിയ പേരൊക്കെയുള്ള കുറെ അസുരന്മാർ, ഈ മല്ലന്മാരുണ്ടായിരുന്നു. ചെന്ന് അവരെയൊക്കെ പോയി അങ്ങോട്ട് യുദ്ധത്തിന് വിളിച്ചു. അപ്പോ യുദ്ധത്തിന് വിളിച്ചു കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞു, കാര്യം തന്നെ ഈ സംഭവത്തിനകത്ത് നീ ജയിച്ചാൽ, അല്ല നീ തോറ്റാൽ, കംസനോട് പറഞ്ഞു, നീ തോറ്റാൽ നീ ആരിലൊക്കെ തോക്കുന്നു അവരുടെ ദാസനായിട്ട് നീ നിൽക്കാം. അപ്പൊ കംസൻ ചോദിച്ചു, തിരിച്ചായാൽ? പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ തിരിച്ചായാൽ നിന്റെ ദാസന്മാരായിട്ട് ഞങ്ങൾ നിൽക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു? ചാണൂരൻ കംസന്റെ അടുത്ത് ചെന്നിട്ട് അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് കംസൻ എന്ത് ചെയ്തു? ചാണൂരൻ ഇങ്ങനെ പിടിച്ചിട്ട് പൊക്കി എടുക്കുന്നത് തൊട്ടായി. നമ്മൾ റെസ്ലിംഗ് കാണുന്നില്ല എന്ന് പറഞ്ഞ പോലെ എടുത്ത് നിലത്തോട്ട് ഒരൊറ്റയായി ചാണൂരൻ മുഷ്ടികനെയും ശലനെയും തോശലനെയും ഒക്കെ ഓടിച്ചിട്ട് കംസൻ തല്ലി അവരെല്ലാം. ഈ വലിയ ശക്തന്മാരുടെ ഒരു പ്രത്യേകത, അവരുടെ ഉള്ളിൽ ഭയം വന്നു കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ് തോക്കുന്നത്. അപ്പൊ ആദ്യത്തെ ഒരുത്തനെ തോപ്പിക്കുന്നതേ ഉള്ളൂ പ്രയാസം. ആദ്യത്തെ ആളെ തോപ്പിച്ചു കഴിഞ്ഞാൽ മറ്റവർക്കൊക്കെ പിന്നെ സംശയം. 2ാമത് ഒരുത്തനോട് തോറ്റുപോയാലും 3ാമത്തെ ഉറപ്പായിട്ട് അവൻ തോറ്റിരിക്കും. 5ാമത്തെ കാര്യം അടി കിട്ടുന്നതിന് മുമ്പ് അവൻ പറയും ഞാൻ തോറ്റിരിക്കുന്നു. അങ്ങനെ ആ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഇവരെല്ലാവരും എന്ത് ചെയ്തു? കംസനോടൊപ്പം ചേർന്നു എന്നുള്ളതാണ്. തോറ്റു കഴിഞ്ഞാൽ അതാണല്ലോ പറഞ്ഞിരിക്കുന്നത്, അവരുടെ കണ്ടീഷൻ അതാണ്. അങ്ങനെ ഇവരെല്ലാവരും കൂടി കംസനോടൊപ്പം ചേർന്നു എന്ന് പറയും. എന്നിട്ട് ഇവരെല്ലാവരും കൂടി കംസന്റെ കൊട്ടാരത്തിലേക്ക് ചെല്ലുകയും അവിടെ ഇങ്ങനെ ഓരോരുത്തരെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി ഓരോരുത്തർക്ക് പോയി യുദ്ധം ഉണ്ടാക്കുക, അവിടുത്തെ രാജാവിനെ തോൽപ്പിക്കുക, അവരുടെ ആധിപത്യം അവിടെ വെക്കുക ഒക്കെ പറഞ്ഞിട്ട് ആ കൂട്ടത്തിൽ ഒരു ദിവസം ദ്വിവിധൻ എന്ന് പറയുന്ന ഒരു വാനരനോട് ഇവർ യുദ്ധം ചെയ്തു. ദ്വിവിധൻ എന്നാണ് പറയുന്നത്. 20 ദിവസം അവർ തമ്മിൽ യുദ്ധം ഉണ്ടായി. എന്നിട്ട് എന്ത് ചെയ്തു? ആ
ദ്വിവിധന് ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്ന ഒരു നല്ല ഒരു രാജാവാണ്, ഒരു വാനരനായ രാജാവ്. അപ്പം വാനരൻ എന്ന് പറഞ്ഞാൽ അമാനുഷ്യൻ എന്നാണ്. കുരങ്ങൻ എന്നല്ല അതിന്റെ അർത്ഥം. മാനുഷികമായ തലത്തിൽ നിന്നും അമാനുഷികമായിരിക്കുന്ന തലത്തിലേക്ക് വരുന്നത് കൊണ്ടാണ് വാനരൻ എന്നാണ്. വാനരൻ എന്നല്ല, വാനരൻ എന്നാണ്. അത് ആർക്കേ ഉള്ളൂ? രാമായണത്തിൽ അവരെ അത്രമാത്രം, അതുകൊണ്ടാണ് അവരെ അത്രമാത്രം സവിശേഷമായിട്ട് പ്രതിപാദിക്കപ്പെട്ടത്. ഈ പറയുന്ന ഹനുമാൻ തുടങ്ങിയിട്ടുള്ളവര് കുരങ്ങൻ എന്നുള്ള അർത്ഥമല്ല അതിന്. വാനരൻ എന്ന് പറഞ്ഞ വാനരൻ, അമാനുഷികൻ എന്ന് പറയുന്നതാണ് അത് ഈ വാനര ശബ്ദത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ദ്വിവിധൻ എന്ന് പറയുന്ന വാനരൻ ഇങ്ങനെ 21 ദിവസത്തോളം, അവർ തമ്മിൽ 20 ദിവസത്തോളം യുദ്ധം ചെയ്തിട്ടൊന്നും ഒരു രക്ഷയില്ലാതെ വന്നപ്പോ എന്ത് ചെയ്തു? ഇവൻ അവിടെ കിടന്ന കല്ലും ഒക്കെ എടുത്ത് കംസനെ എറിഞ്ഞു വന്നു. കംസന്റെ ദേഹത്ത് ഇതെല്ലാം കൊണ്ടുകഴിഞ്ഞു. കംസൻ ഇതെല്ലാം എടുത്ത് തിരിച്ചറിഞ്ഞപ്പോഴത്തേക്ക് ദ്വിവിധന് മനസ്സിലായി 20 ദിവസമൊക്കെ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അത് തന്നെയല്ല, കംസൻ ഓരോ ദിവസം കഴിയുന്നതോറും ശക്തന്മാരുടെ സൗഹൃദം കൂടിക്കൂടി വരും. അപ്പൊ അതുകൊണ്ട് കംസനെ തോൽപ്പിക്കാനും പ്രയാസം. പിന്നെന്ത് ചെയ്യാൻ പറ്റും? അവരുമായിട്ട് സന്ധിയാകുകയുള്ളൂ മാർഗം. അങ്ങനെ അവർ തമ്മിൽ സന്ധിയായി കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ദ്വിവിധൻ എന്ത് ചെയ്തു? ഭഗവാൻ ഈ കംസന്റെ സേവകനായിട്ട് കൂടെ നിന്നാണ്. എന്നിട്ട് അവിടെ നിന്നും ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവരിങ്ങനെ പോകുന്ന വിധത്തില് അവിടെ ഋഷിമൂകാവനത്തിലേക്ക് പോയി. അവിടെ ഒരു അസുരനുണ്ടായിരുന്നു. അയാളുടെ പേര് എന്താണ്? കേശി എന്നാണ്. കേശിയുടെ പ്രത്യേകത, കേശിയുടെ സ്വരൂപം എന്താണ്? കുതിരയെ പോലെ ഇരിക്കുന്നതാണ്. ആ കേശിയുടെ പുറത്താണ് പിന്നീട് കംസന് യാത്രയൊക്കെ പോയത്. അവിടെ എത്തി 100 തവണ അവിടുത്തെ പല പർവ്വതങ്ങളും മഹേന്ദ്രഗിരിയിൽ ചെന്നിട്ട് അവിടെയൊക്കെ ഉണ്ടായിരുന്ന യുദ്ധത്തിൽ ഓരോരുത്തരെയൊക്കെ തോൽപ്പിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ അവിടെയാണ് പരശുരാമന്റെ സാന്നിധ്യം ഉള്ളത്. പരശുരാമനെ ചെന്ന് കണ്ട് തൊഴുത് നമസ്കരിക്കുകയൊക്കെ ചെയ്ത് അദ്ദേഹത്തിന്റെ അനുഗ്രഹമൊക്കെ ചെന്നു. എന്നിട്ട് ഒരു യുദ്ധത്തിനൊക്കെ ഒരു തയ്യാറെടുപ്പൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ പരശുരാമൻ പറഞ്ഞില്ല, ഈ വിചാരിക്കുന്ന ആളൊന്നുമല്ല ഞാൻ, പിന്നെ ചുരുക്കി കൂട്ടി എല്ലാം കൊന്നുകളയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് കംസൻ എന്ത് ചെയ്തു? അവിടെ നിന്ന് വിഷമിച്ച് അവിടോട്ടൊക്കെ പോയി. അതിന് ഒരു കാര്യം കാണിച്ചു കൊടുത്തത്, അവരോട് നോക്കാൻ പറഞ്ഞു. അവിടെ ഒരു വില്ലിരിപ്പുണ്ടാകുന്ന എടുക്കാമെന്ന് ചോദിച്ചു. ആ വില്ലെടുക്കാൻ ചെന്ന് ചോദിച്ചെന്ന് പറഞ്ഞാൽ ആ വില്ലെ നോക്കിയപ്പോൾ കംസൻ നോക്കിയപ്പോൾ തൊടാൻ പോലും പറ്റുന്നില്ല. പിന്നല്ലേ അതെടുത്ത് നോക്കുന്നേ. അങ്ങനെ പറഞ്ഞു, ഇത് ഞാനൊരു യുദ്ധം ചെയ്തോണ്ടിരുന്ന സാധനമാണ്, ആ ഇതൊന്നും എടുത്തിട്ട് ഇപ്പൊ എന്നിട്ട് നീ എൻ്റെ യുദ്ധത്തിന് വരാം. ഇപ്പൊ കംസന് മനസ്സിലായി ഇത് നിസ്സാരക്കാരനല്ല, അതുകൊണ്ട് ഞാൻ പോയേക്കാവെന്ന് പറഞ്ഞ് അവരെങ്ങോട്ട് പോയി. എന്നിട്ട് ഇതിങ്ങനെ യുദ്ധമൊക്കെ ഈ പരശുരാമനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവര് തമ്മിൽ സൗഹൃദത്തിന്റെ അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കംസൻ എന്ത് ചെയ്തു? ഈ പറഞ്ഞ പരശുരാമന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, അങ്ങനെ അനുഗ്രഹിക്കണം. എന്താണ് എനിക്കൊരു പ്രത്യേകതയുള്ളത്? എനിക്ക് അങ്ങയുടെ സൗഹൃദവും ശിഷ്യത്വവും ഒക്കെ വേണം, അതുകൊണ്ട് എന്നെ ഒന്ന് അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ പരശുരാമൻ എന്ത് ചെയ്തു? ഈ കംസനെ നന്നായിട്ട് അങ്ങോട്ട് അനുഗ്രഹിച്ചു. നന്നായിട്ട് ഒരു അനുഗ്രഹമൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ഞാൻ അങ്ങനെ ഈ യുദ്ധം എടുത്തോട്ടെ എന്ന് ചോദിച്ചു. ഇനി ഇല്ലെടുക്കാൻ. അങ്ങനെ എന്ത് ചെയ്തു? കംസൻ വന്ന് വില്ലെടുത്ത് അങ്ങോട്ട് കുലച്ചു. ഇതെടുത്ത് അങ്ങോട്ട് പൊക്കി, തലയ്ക്ക് മുകളിൽ പൊക്കിയെടുത്തു. എന്നിട്ട് ഇതങ്ങോട്ട് വില്ലെടുത്ത് അങ്ങോട്ട് കുലച്ചു കഴിഞ്ഞപ്പോൾ ആർക്ക് മനസ്സിലായി? പരശുരാമൻ മനസ്സിലായി, ഇപ്പം മിടുക്കനാ, ഇവരെ അംഗീകരിക്കണം. അങ്ങനെ വില്ലെടുത്ത് കുലച്ച് പരശുരാമന്റെ അനുഗ്രഹത്തോടുകൂടി വില്ലെടുത്ത് കുലച്ചു കഴിഞ്ഞപ്പോൾ പരശുരാമൻ എന്ത് ചെയ്തു? നീ ഇതൊക്കെ എടുത്തോളാം, ഇതാണ് നീ എടുത്തോളാം, ഇത് വിഷ്ണുവിൻ്റെതാണ്, പരിപൂർണമായിക്കൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന വൈഷ്ണവ ചാപമാണ് ഇത്, നീ ധരിച്ചുകൊള്ളാൻ പറഞ്ഞു. അങ്ങനെ നടക്കുന്ന സമയത്തായിട്ട് അഘാസുൻ എന്ന പേരുള്ള ഒരാളുണ്ടായിരുന്നു. സർപ്പത്തിന്റെ ആകൃതിയായിരിക്കുന്ന ഒരു അസുരനെ കണ്ടിട്ട് അവന്റെ അടുത്ത് ചെന്നിട്ട്
അഘാസുരൻ എന്ന പേരുള്ള ഈ അസുരനെ ചെന്ന് കണ്ട് കംസൻ എന്ത് ചെയ്തു? പാമ്പിന്റെ രൂപം അങ്ങോട്ട് പിടിച്ച് കണ്ടിങ്ങനെ, പാമ്പിന്റെ ഒരു പ്രത്യേകതയുണ്ട്. പാമ്പിനെ എന്ത് ചെയ്യും? വാല പിടിച്ച് കണ്ടിങ്ങനെ ആക്കി കഴിഞ്ഞാൽ എന്തുണ്ടാവും? പാമ്പിന്റെ എല്ലാം ഒഴിഞ്ഞു പോകുന്നതാണ്. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. പാമ്പിനെ നമ്മൾ കുടയുകയോ അങ്ങനെയൊക്കെ ആക്കി ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അസ്ഥികളെല്ലാം ഒഴിഞ്ഞു പോകുന്നതാണ്. അതിന്റെ വാല പിടിച്ച് പൊക്കുന്നതൊക്കെ കണ്ടിട്ടില്ലേ? അപ്പം അങ്ങനെ വാലിന്റെ ആകൃതിയിലായിരുന്നു അഘാസുരൻ. അഘാസുരനെ അങ്ങോട്ട് ചുരുട്ടി കൂട്ടിയെടുത്ത് അതിനെ എടുത്ത് കറക്കി രണ്ട് കറക്കമൊക്കെ കറക്കിയിട്ട് എന്ത് ചെയ്തു? മാലയായിട്ട് കംസന് അങ്ങിട്ടു. എന്നിട്ട് അരിഷ്ടൻ എന്നവരുള്ള ഒരു അസുരൻ ഉണ്ടായിരുന്നു. ആ അസുരൻ എന്ത് ചെയ്തു? അങ്ങോട്ട് അടിയൊക്കെ ഉണ്ടാക്കിയിട്ട് അവന്റെ തലയിൽ ഇരുന്ന് രണ്ട് കൊമ്പിങ്ങോട്ടങ്ങ് ഇളക്കി പിടിച്ചങ്ങോട്ട് ഇളക്കിയെടുത്ത് അതും എടുത്ത് കളഞ്ഞു. ഇതെല്ലാം ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് യഥാർത്ഥമായിരിക്കുന്ന തന്റെ ശക്തിയെ, പ്രഭാവത്തെ ലോകത്തെ അറിയിക്കുക എന്നുള്ളതാണ്. ദുഷ്ടന്മാരുടെ പ്രത്യേകതയാണ് അവരിങ്ങനെ ഉപദ്രവിച്ച് അതിൽ ഒരു സംതൃപ്തി ഉണ്ടായി. നമ്മൾ ചിലപ്പോഴില്ലേ ചുമ്മാതാണെങ്കിൽ നമ്മൾ ആരെങ്കിലും കുറ്റമെന്ന് പറയും, വെറുതെ ചുമ്മാതെന്ന് പറയാം. ഒരാളെ കൊണ്ട് നിനക്കറിയാം, ആളിനെ അറിയാൻ പറ്റില്ല, ഇല്ല നീ അറിഞ്ഞില്ല ഇത് ആരാ, ചുമ്മാ നമുക്കും അറിയത്തില്ല ആരാണ്, ചുമ്മാ നമ്മളെന്ന് പറയും. എന്താ കേട്ടാന്ന് വിചാരിക്കും, ഇവിടെ ഉള്ളവരല്ല. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞ് ഈ പറയുന്ന യുദ്ധത്തിലേക്ക് ഇങ്ങനെ ഓരോരുത്തരെയും യുദ്ധത്തിൽ ഇങ്ങനെ തോൽപ്പിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന സമയത്ത് ഈ പ്രാഗ്ജ്യോതിഷപുരം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഭൂമിയുടെ പുത്രനായിരിക്കുന്ന നരകാസുരൻ എന്നെ കണ്ടിട്ട് കംസൻ പറഞ്ഞു, അല്ലയോ നരകാസുര, എനിക്കൊരു ആഗ്രഹമുണ്ട്. അപ്പൊ ചോദിച്ചെന്തോ അതിന്റെ ആഗ്രഹം? എനിക്ക് അങ്ങനെ ഒരു യുദ്ധം ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് യുദ്ധം ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പൊ നരകാസുരൻ ചോദിച്ചാൽ നീ എന്റെ ഒരു വന്ന് യുദ്ധം ചെയ്യാന്ന് പറഞ്ഞാൽ നിനക്കറിയത്തില്ല ഞാൻ മോശക്കാരനാണോ? അല്ല, അതുകൊണ്ട് നിന്നെ ഞാൻ യുദ്ധം ചെയ്ത് നീ ഒന്നും അല്ലാതായി പോകും. അപ്പോൾ എനിക്കത് പ്രയാസമൊന്നും ഇല്ലെന്നേ, നമുക്കൊന്ന് യുദ്ധം ഉണ്ടായിട്ട്. അപ്പൊ ചോദിച്ചു എന്തോ അതിന്റെ കണ്ടീഷൻ എന്താ പറഞ്ഞു, ഞാൻ യുദ്ധത്തിൽ തോറ്റാൽ ഞാൻ അങ്ങയുടെ ഭക്തനായിട്ടും എന്നോടൊപ്പം ഉള്ളവരെല്ലാം അങ്ങയുടെ കൂടെ നിൽക്കും. അപ്പൊ തിരിച്ചു തോറ്റാലും ഇത് തിരിച്ച് കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ. അപ്പം നരകാസുരൻ നോക്കുമ്പോൾ നരകാസുരനാണ് ലാഭം. എന്തായാലും കംസനെ തോപ്പിച്ചില്ല. കംസനെ, ചാണൂരനെ, മുഷ്ടികനെ, പിന്നെ ഇങ്ങനെ ജരാസന്ധൻ വരെ കിടക്കുന്നവരിക്കും പോലും ഇല്ലേ. പിന്നെ അതിന്റെ ഒറ്റ ബന്ധുക്കളായിരുന്നു എല്ലാവരും. എന്നാ പിന്നെ അതാർക്കും മുന്നോട്ട് വെച്ചു. യുദ്ധം അങ്ങോട്ട് തുടങ്ങി. കംസൻ എന്ത് ചെയ്തു? നരകാസുരനെ ചുരുട്ടി കൂട്ടി നേരത്തെ ഒറ്റയാക്കി വെച്ചു. നരകാസുരൻ തോറ്റു. നരകാസുരൻ പറഞ്ഞു ഞാൻ തോൽവി സംബന്ധിച്ചു പോകും. എന്നിട്ട് പറഞ്ഞു നീ മുതൽ നിന്റെ ദാസനായിട്ട് കൊള്ളാന്ന് പറഞ്ഞു അതൊന്നും വേണ്ട, എന്ത് ചെയ്തു? നീ എന്റെ സഹോദരനായിട്ട് എന്നുള്ളത്. ഈ നരകാസുരന്റെ സഹോദരിയാണ് ആര്? പൂതന. നരകാസുരന്റെ സഹോദരിയാണ് പൂതന. എന്നിട്ട് ഒരുപാട് അസുരന്മാരെ പോയ പോക്കിലൊക്കെ ആ വഴിക്ക് പോയ വഴിക്ക് ഇവരെന്ത് ചെയ്ത് ആ റൂട്ടി കൂടി ഇങ്ങനെ അങ്ങോട്ട് പോയ വഴിക്ക് കിട്ടിയ അസുരന്മാരെല്ലാം കൊന്ന് യുദ്ധമൊക്കെ ചെയ്ത് കൊല്ലേണ്ടവനെ കൊന്ന് കൂടെ നിർത്തേണ്ടവനെ കൂടെ നിർത്തി അങ്ങനെ തന്റെ ശത്രുബലത്തെ, തന്റെ ആസുരിക ബലത്തിന്റെ ശക്തിയെ ഇങ്ങനെ നിർത്തി കഴിഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ അടുത്ത യുദ്ധത്തിനായിട്ട് പോവാം. ഇവരുടെ ഒരു പ്രത്യേകത, ഇവരെല്ലാം യുദ്ധം ചെയ്ത് ഇങ്ങനെ ഈ മറ്റുള്ളവരെ ഉപദ്രവിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം കൊണ്ട് ഒരു ശക്തിയെ, സമൂഹത്തെ പേടിപ്പിച്ചിരുത്തുക എന്നുള്ളത് ഇവരുടെ ഒരു സന്തോഷം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കംസൻ ഇങ്ങനെ ഓരോരുത്തരെ കൊന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ശംബരാസുരൻ എന്ന് പറയുന്ന കംസനോട് യുദ്ധം ചെയ്തു. അവിടെയുള്ള എല്ലാവരെയും ഇവരുടെ കൂട്ടാത്തിലാക്കി. വ്യോമൻ എന്ന് പേരുള്ള അസുരൻ അവിടെ പോയ വഴിക്ക് അവിടെ പോയി ഉറങ്ങിയ വ്യോമൻ എന്ന് പേരുള്ള ഒരു അസുരൻ ഉണ്ട്. അയാൾ കിടന്ന് ഉറങ്ങുമായിരുന്നു. പോയ പോക്കിലൂടെ ഒറ്റ ചവിട്ടം കൊണ്ട് വെച്ചു കൊടുത്തു. അയാളെ അദ്ദേഹത്തിന്റെ സുഹൃത്താക്കി മാറ്റി യുദ്ധത്തിൽ തോൽപ്പിച്ചു. ആ കൂട്ടത്തില് എന്ത് ചെയ്തു? നമ്മുടെ നാരദനെയും കൂടി രാവണൻ പോയ പോക്കില് നോക്കിയപ്പോ രാവണനല്ല നാരദനെ ഓടിച്ചെന്നു. നാരദനെയൊന്നും തുടത്തില്ല, അത് വേറെ കാര്യം. നാരദന്റെ ഇടയിൽ ചെന്നിട്ട് തൊഴുതിട്ട് പറഞ്ഞു ഞാൻ ഇന്നപോലൊക്കെയാണ് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു. ഇനിയിപ്പോ ഞാൻ എന്തോ ചെയ്യണമെന്നൊക്കെ ചോദിച്ചു. എനിക്ക് അങ്ങോട്ട് യുദ്ധം ചെയ്ത് അങ്ങോട്ട് കൊതി തീർന്നില്ല, ഇനി എന്തോ ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം ഇങ്ങനെ നോക്കി പറഞ്ഞ എന്നാ പിന്നെ കാര്യം
ഒരാളുണ്ട്. ആരാ? ബാണാസുരൻ എന്നാണ് അയാളുടെ പേര്. ഈ ബാണാസുരൻ കൊള്ളാം, നിനക്ക് പറ്റിയ നീ തന്നെ ജയിക്കും. ഇപ്പൊ നമ്മളെ ആരെങ്കിലും പറഞ്ഞു നീ ഇപ്പോൾ 2 എണ്ണം കൊടുത്തു, നീ ഉറപ്പാ നീ തന്നെ ജയിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ആരാന്ന് നോക്കത്തില്ല, അപ്പോഴേ പോകും. നേരെ അങ്ങോട്ട് ബാണാസുരന്റെ അടുക്കലോട്ട് അങ്ങോട്ട് ചെന്നിട്ട് ഇതൊരു വലിയ 20 ദണ്ഡുമായിട്ട് അങ്ങോട്ട് ചെന്നു. എന്നിട്ട് 2 കൈ ഉപയോഗിച്ച് ബാണാസുരന്റെ നാട്ടിയ ദണ്ഡ് ഇങ്ങോട്ട് എടുത്തിട്ട് ഏറ്റവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധങ്ങൾ അങ്ങോട്ട് അവർ ചെയ്തു. അവർ തമ്മിൽ യുദ്ധങ്ങൾ അങ്ങോട്ട് ചെയ്ത് ബാണാസുരന് മനസ്സിലായി ഇവര് നിസ്സാരക്കാരനായിട്ടുള്ള ആളല്ല, ഇവനെ ആർക്കേ ജയിക്കാൻ സാധിക്കത്തുള്ളൂ, ഇവനെ ഭഗവാന് മാത്രമേ ജയിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഉറപ്പുണ്ടായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവന്റെ സൗഹൃദമാണ് എപ്പോഴും നല്ലത്. നമുക്ക് ഉറപ്പാണ് നമ്മൾ ജയിക്കത്തില്ലെന്ന് ഉറപ്പാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ മത്സരിക്കാൻ പോകരുത്. എടുക്കലാണെങ്കിൽ നമ്മൾ മത്സരത്തിന് പോവാതെ നമ്മൾ അവരെ അങ്ങോട്ട് വിളിച്ച് നമ്മൾ സന്തോഷമായിട്ട് മൈത്രി ഭാവത്തിലായിട്ട് പോകണം. അപ്പൊ ഇവിടെയും മനസ്സിലായി ആർക്ക്? ബാണാസുരനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലായി താൻ ആരും മോശക്കാരനല്ല, തനിക്കെതിരെ വന്നിരിക്കുന്ന ആൾ. കാരണം ഈ കംസനെ കൊല്ലാൻ ആർക്കേ സാധിക്കൂ, ഭഗവാനെ സാധിക്കത്തുള്ളൂ എന്ന് മനസ്സിലായിട്ട് പല വിധത്തിലായിട്ട് കംസനുമായിട്ട് സൗഹൃദം. പിന്നെ അങ്ങോട്ട് പോകുന്ന വഴിക്കൊക്കെ വത്സൻ എന്ന പേരുള്ള ഒരു പശുക്കിടാവ് ഉണ്ടായിരുന്നു. പശുവായിട്ട് യുദ്ധം ചെയ്തു, പശുവിനെയും തോൽപ്പിച്ചു, പാലയിലിട്ട് ഒറ്റയടി അടിച്ചു. അപ്പോഴേ അതിന്റെ കാര്യം തീരുമാനമാക്കി. കാലയവൻ വന്നു, കയ്യിലൊരു ഗതയുണ്ടായിരുന്നു, തന്റെ ഭാര്യ ഒരു ഗത കൊണ്ട് കാലയവന് നേരെ തിരിഞ്ഞുകൊണ്ട് ഗർജിച്ച് അവർ തമ്മിൽ യുദ്ധം ഉണ്ടായി. അപ്രകാരം കാലയവനെയും ആടിച്ച് റെഡിയാക്കി. ഇതെല്ലാം കംസന്റെ കാര്യം പറയുന്നത് എന്താണ്? കംസന്റെ ശക്തിയെ പറഞ്ഞിരിക്കുക. കംസൻ നിസ്സാരക്കാരനല്ല, ഒരു നിസ്സാരക്കാരനല്ലാത്ത കംസൻ ഇങ്ങനെ കംസന്റെ കാലുകൾ ഉയർന്നതായിരുന്നു, അരക്കെട്ട് മെലിഞ്ഞതായിരുന്നു, വക്ഷസ്ഥലം വിശാലമായിരുന്നു, കഴുത്ത് തടിച്ചതായിരുന്നു. കംസന്റെ ശരീരം പുഷ്ടി ഉള്ളതും ഭുജങ്ങൾ വിശാലവും നേത്രങ്ങൾ പ്രഫുല്ലമായതും തലമുടി നീണ്ടതും ദേഹകാന്തി അരുണ നിറത്തിലുള്ളതും ആണ്. കംസൻ വെളുത്ത വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. മസ്തകത്തിലെ കിരീടവും കാതിലെ കുണ്ഡലങ്ങളും കഴുത്തിലെ മാലയും അതീവ ശോഭയുള്ളതായിരുന്നു. വാളപരിച മുതലായ ധനുസ്സും എന്തി മതമത്ത വീരനായിരിക്കുന്ന കംസൻ ദേവന്മാരെ ജയിക്കാൻ വേണ്ടിയിട്ട് അമരാപുരിയിൽ ചെന്ന് ചാണൂരനെയും മുഷ്ടികനെയും അരിഷ്ടനെയും ശലനെയും തോശാലനെയും കേശിയെയും പ്രലംബനെയും ബഹനെയും വിവിധനെയും തൃണാവർത്തനെയും അഖനെയും കൂടനെയും ഭൗമനെയും ബാണനെയും ശമ്പരനെയും വ്യോമനെയും ധേനുകനെയും വത്സനെയും ഒക്കെ ഇങ്ങോട്ട് മുതലായ അശ്വന്മാരോടൊപ്പം അമരാവതി പുരിയുടെ 4 ഭാഗത്തായിട്ട് വളഞ്ഞു നിന്നാണ്. അപ്പൊ യുദ്ധം ചെയ്യാൻ തയ്യാറായി തന്നെ ഇറങ്ങിയത്. കാരണം എല്ലാ ദിഗ്വിജയങ്ങളും എല്ലാ ദിക്കുകളിൽ നിന്നുള്ള വിജയങ്ങളും വായിട്ട് നേരെ ദേവേന്ദ്രൻ ഇടയിലോട്ടം ചെയ്യുന്നു. അപ്പോഴത്തേക്ക് ദേവേന്ദ്രൻ എന്ത് ചെയ്തു? വജ്രായുധമായിട്ടൊക്കെ വെളിയിൽ ഇറങ്ങി വന്നു. എന്നിട്ട് കംസനെ തടഞ്ഞു നിർത്തുകയും അതിന്റെ ശിഖരങ്ങളൊക്കെ 100 ശിഖരങ്ങളുള്ള വജ്രായുധം പ്രയോഗിച്ചപ്പോൾ കംസൻ എന്ത് ചെയ്തു? ആ വജ്രായുധത്തെ പിടിച്ച് അതിന്റെ ശിഖരമൊക്കെ ഇങ്ങോട്ട് പൊട്ടിച്ച് അതിനെ ആ ആയുധത്തെ എല്ലാം ഒന്നും അല്ലാതാക്കില്ല. അങ്ങനെ ഇന്ന് ഭൂമിയിൽ വന്ന് വധിച്ചു എന്നാണ് പറയുന്നത്. കയ്യിൽ നിന്ന് വാളെടുത്ത് കംസന്റെ പേര് ഉപയോഗിച്ചപ്പോ കംസൻ ഇതൊന്നും വലിയ കാര്യമല്ല. കാരണം എത്രയാണ്? കംസൻ നിസ്സാരക്കാരനാണോ? 1000 ആനയുടെ ശക്തിയുള്ള കുവരേപീഠത്തിനെ നിസ്സാരമായി എടുത്ത് ദൂരേക്ക് വലിച്ചെറിഞ്ഞ ആളാണ്. എന്നിട്ട് എന്ത് ചെയ്തു? അങ്ങനെ പലരെയും കൊന്ന് ഐരാവതത്തെ പിടിക്കുകയും യുദ്ധക്കളത്തിൽ ഇടുകയും തുമ്പുകൈ ഉയർത്തി പല്ലുകൾ തകർക്കുകയൊക്കെ ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ അനേകം ആൾക്കാരെ കൊടുന്ന് ദേവ ലോകത്ത് ചെന്ന് അവിടെയും തന്റെ സുരക്ഷിതമായിരിക്കുന്ന ബലത്തെ ഉറപ്പിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് കംസൻ. അപ്പൊ കംസൻ നിസ്സാരക്കാരനാണോ? അല്ല. അങ്ങനെയുള്ള കംസനെയാണ് ആര്? ഭഗവാൻ ഒന്നും നിസ്സാരമാക്കി കൊന്നത്. അപ്പൊ ഭഗവാൻ എത്ര നിസ്സാരക്കാരനാണോ? അകത്തിരിക്കുന്ന ആള് വളരെ നിസ്സാരക്കാരനാണോ? അല്ല. അവിടെ ചെല്ലുമ്പോ നമുക്ക് നോക്കാം, അന്നേരം അറിയാം. കംസനെയും മുഷ്ടികനെയും ചാണൂരനെയും ഒക്കെ കോലവിണ്ടത്തിലേക്ക് ഒറ്റ ഏറ് വെച്ചു. ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന പറഞ്ഞാലും ആള് മോശക്കാരനാണോ?
ആണോ? അല്ല. ഭഗവാൻ ആരാണ്? അത്രമാത്രം പരബ്രഹ്മ ചൈതന്യ സ്വരൂപനാണ്. ഇങ്ങനെയുള്ള ആളുകളിലേക്ക് ചെന്ന് നമ്മൾ ഭഗവാനെ എനിക്ക് എന്നെ രക്ഷിച്ചോണേ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്തെങ്കിലും പ്രയാസമുണ്ടോ ഭഗവാന്? ഒരു പ്രയാസവുമില്ല. നമ്മളെ രക്ഷിക്കാനായിട്ട് യാതൊരു പ്രയാസങ്ങളുമില്ല എന്ന് പറയുന്നു. ഇനി വൃഷഭാനുവിന്റെയും കീർത്തിയുടെയും പുനർജന്മമാണ്. നമുക്കൊരു 5 മിനിറ്റ് കഴിയും.